ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്നത്തെ ടീം മീറ്റിൽ പങ്കെടുത്ത എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാണ്. ഇനിയും കുറെ പേര് കയറാനുണ്ട്. നമ്മുടെ ടീമിലുള്ള ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് തന്നെ ഇൻവൈറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റിനുള്ളിൽ അവരൊക്കെ ഇൻവൈറ്റ് ചെയ്ത് ഈ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കുക. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് കണ്ണൂരാണ് സ്വദേശം. വളരെ പാഷനേറ്റ് ആയിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്റ്റഡ് ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഇന്ന് എനിക്ക് കിട്ടിയ ഈ ഒരു അവസരത്തിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് EDS നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള ഒരു രാജു സാർ ഹൈദരാബാദിൽ നിന്ന് വരെയുണ്ടായി. അദ്ദേഹത്തിന്റെ എക്സ് ആണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും നമ്മുടെ മീറ്റ് ആണ്, അതുകൊണ്ട് തന്നെ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്ന എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് തന്നെ ഇരിക്കുക. അപ്പോഴാണ് നമുക്ക് എല്ലാവരെയും പരസ്പരം സാധിക്കുക. കുറെ ആൾക്കാരുണ്ട്, അവരെയൊക്കെ പരിചയപ്പെടാനും കാണാനും ഫേസ് ഓർമ്മിക്കാനും നമ്മൾ വേറെ എവിടെയെങ്കിലും ചെന്ന് കാണുമ്പോൾ പരിചയപ്പെടാനും കണ്ടുമുട്ടാനും ഒക്കെ സാധിക്കുന്ന ഒരു അവസരം കൂടിയാണിത്. അപ്പോൾ പറ്റാവുന്ന എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് തന്നെ ഇരിക്കും. കുറച്ചുപേരും കൂടി വീഡിയോ ഓൺ ചെയ്യാൻ ബാക്കിയുണ്ട്. അവരൊക്കെ വീഡിയോ ഓൺ ചെയ്ത് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരെയും പരസ്പരം കണ്ടുകൊണ്ട് നമ്മുടെ ഒരു ഫാമിലിയാണ്. LCയിൽ നടക്കുന്ന ഒരു മീറ്റാണ്. അത് നമുക്ക് കളർഫുൾ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടാവും. ഓക്കെ, വൺസ് അഗൈൻ എല്ലാവർക്കും വാം നമ്മുടെ ടീം മീറ്റിലേക്ക്. രാജു സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹമാണ് രാജു സാറ്. ഫോട്ടോ കാണുന്നുണ്ടെന്ന്. അദ്ദേഹത്തിന്റെ വൈഫ് തേജശ്രീ മേഡം. ഇത് നമ്മൾ ഹജ്ജിൽ പോയ സമയത്ത് കിട്ടിയ ഒരു ഫോട്ടോ ആണ്. സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കുറെ ആൾക്കാരുടേത് കിട്ടിയിട്ടായിരുന്നു. ഇതിന്റെ അപ്ലൈൻ ആണ് പുരുഷോത്തമൻ ദാസ്. അവരുടെ ഫോട്ടോ ഞാൻ ഇന്ന് നോക്കി, കണ്ടില്ല, കിട്ടിയില്ല. ഞാനും ഷാജി സാറൊക്കെ അവിടെ കുറെ ഫോട്ടോസ് ഇതുപോലെ ഇതൊരു ടൂൾസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അപ്ലൈൻ ഞാൻ പറഞ്ഞു, പുരുഷോത്തമൻ ദാസ്. ഏകദേശം നമ്മൾ പല ആൾക്കാർക്കും പ്ലാൻ ഒക്കെ കൊടുക്കുന്നുണ്ട്. ഒരു വട്ടം പ്ലാൻ കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം നമ്മൾ കോൾ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആര് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ടാവില്ല, അല്ലെ? അവരെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടാവില്ല. ചില പ്രാവശ്യം ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടാവും, അവര് പിന്നെയും നോ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അത് പിന്നെ ഫോളോ അപ്പ് ചെയ്യല്ല, അദ്ദേഹത്തെ അങ്ങ് വിട്ട് അടുത്ത ആളിലേക്ക് പോകുന്നതായിരിക്കും സാധാരണ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ ഇദ്ദേഹത്തിന്റെ ജീവചരിത്രം, അത് ഇദ്ദേഹം ഇവിടെ സക്സസ് ആയിട്ടുള്ള ഈ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറയുന്ന വ്യക്തി രണ്ട് ശേഷമാണ് ഈ രാജു എന്ന് പറയുന്ന ആള് ഈ ഒരു ബിസിനസ്സിലേക്ക്, ഈ വെസ്റ്റേജ് ബിസിനസ്സിലേക്ക് കടന്നു വന്നത്. 2 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്തു. നമ്മൾ എത്ര പേര് ഇതുപോലെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പരസ്പരം ഒന്ന് നോക്കുക. കാരണം ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് പുരുഷോത്തമ ദാസ് കണക്ട് ചെയ്തു. അതിനുശേഷം ഇദ്ദേഹത്തോട് ഈ കാര്യം പറഞ്ഞു. എന്നും പറയും, ഇദ്ദേഹം ഒരു പോലീസ് കോൺസ്റ്റബിൾ ആണ്. എന്നും ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ ഈ കാര്യം പറയും. രാവിലെ പറയും, വൈകുന്നേരം പറയും, ഉച്ചക്ക് പറയും. എപ്പോഴും അവസരം കിട്ടിയോ ആ സമയത്തൊക്കെ പറയും. അങ്ങനെ ഇത് കേട്ട് 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 മടുത്ത് ഈ രാജു എന്ന് പറയുന്ന ആള് ഇദ്ദേഹത്തെ കാണുന്ന സമയത്ത് ഒഴിഞ്ഞു മാറുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. ഒഴിഞ്ഞു മാറുന്ന അവസ്ഥയിൽ പിന്നെയും ഇദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം എന്നും ശ്രമിക്കുമായിരുന്നു. ദാസ് എവിടെ കാണുമ്പോഴും ഇദ്ദേഹം ഓടി ഒളിക്കുമായിരുന്നു. പക്ഷെ ഒരു രക്ഷയില്ല, ഇദ്ദേഹം ടോർച്ചർ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ രാജു എന്ന് പറയുന്ന ആൾക്ക് ഒരു ടോർച്ചറിങ് ആയിട്ട് ഇദ്ദേഹത്തെ ഒരു ശല്യമായിട്ട് തോന്നുന്ന രീതിയിലേക്ക് എത്തി. അവസാനം ഇദ്ദേഹം സഹി കെട്ടിയിട്ട് എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ വാങ്ങിപ്പോയി. ഈ രാജു എന്ന് പറയുന്ന ആള് ഇദ്ദേഹത്തെ സഹിക്കാൻ പറ്റാതെ വേറെ ഒരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ വാങ്ങിപ്പോയി. അതേ സമയം തന്നെ ഇദ്ദേഹത്തിന്റെ വൈഫിന്റെ സിം അടക്കം മാറ്റി പുതിയ സിം ഇട്ടു. ഇദ്ദേഹം ഇനി ഒരിക്കലും വിളിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ സിം വരെ മാറ്റി ഉണ്ടായി. പക്ഷെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വളരെ ശാന്തനായി വർക്ക് ചെയ്യുന്നു. ഇദ്ദേഹത്തിന്റെ കോളോ കാര്യങ്ങളോ ഇദ്ദേഹം ഒന്നുമില്ല. അപ്പോൾ വളരെ നല്ല രീതിയിൽ വർക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു ദിവസം ഒരു പരിചയമുള്ള ശബ്ദം, അത് നോക്കുമ്പോഴത്തേക്ക് ഈ ദാസിൻ്റെതായിരുന്നു, പുരുഷോത്തമൻ ദാസിൻ്റെതായിരുന്നു. അദ്ദേഹവും ട്രാൻസ്ഫർ വാങ്ങി ഇതേ സ്ഥലത്തേക്ക് വീണ്ടും എത്തിയിരിക്കുന്നു. ആലോചിച്ച് നോക്കണം. ഈ സംഭവങ്ങളൊക്കെ നടന്ന് ഇദ്ദേഹത്തെ വീണ്ടും ടോർച്ചറിങ്ങിലേക്ക് എത്തി. ഇദ്ദേഹം വീണ്ടും എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അങ്ങനെ ഒരു ദിവസം സൈകെട്ട് ഇദ്ദേഹം ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഈ ഫേസ്ബുക്ക് നോക്കിയ സമയത്ത് പുരുഷോത്തമൻ ദാസിന്റെ ഫേസ്ബുക്ക് പേജ് ഓപ്പൺ ചെയ്തു. അദ്ദേഹം നല്ല സോട്ടും കൂട്ടൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ കണ്ടു. പക്ഷെ തൊട്ടടുത്ത് തന്നെ ഒരു പിക്ചറും കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഇൻകം ആയിരുന്നു. 2 ലക്ഷം ക്രോസ് ചെയ്തിട്ടുള്ള ഒരു ഇൻകം നമ്മുടെ ചെക്ക് അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അത് കണ്ട ഇദ്ദേഹത്തെ ഇക്കപ്പൊറുതിയില്ല, നിൽക്കാനും വയ്യ ഇരിക്കാനും വയ്യ എന്നുള്ള രീതിയിൽ ഈ ദാസിനെ കാണാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം പോയി. പക്ഷെ ദാസ് ഒരിക്കലും ഇദ്ദേഹത്തിന് പിടികൊടുത്തില്ല. ലാസ്റ്റില് സൈകെട്ട് അങ്ങനെയാണെങ്കിൽ നിന്റെ ആധാർ എടുക്കൂ, പക്ഷെങ്കിൽ അന്ന് നിന്നോട് 5000-ത്തിനാണ് ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, 5000 രൂപയുടെ പ്രൊഡക്ട്സ് എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നീ 15000 രൂപയുടെ പ്രൊഡക്ട്സ് എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യണം, 500 PV സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അതാണ് ഇപ്പോഴത്തെ രീതി. 500 PV സ്റ്റാർട്ട് ചെയ്താൽ നിന്നെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ പറഞ്ഞു. അങ്ങനെ 500 PV എടുത്ത് സ്റ്റാർട്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ആ സമയത്ത് പറഞ്ഞു ഇതുപോലത്തെ 10 പേരെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. ഒന്നും നോക്കിയില്ല. രാവിലെ മുതൽ രാത്രിയായാലും പകരുന്നില്ല. അദ്ദേഹം ഓടി നടന്നു. ആ മാസം തന്നെ ഫാസ്റ്റ് ആർട്ട് ബ്രോൺസ് ഡയറക്ടർ എന്ന് പറയുന്ന പിൻ ലെവൽ അദ്ദേഹം അച്ചീവ് ചെയ്തു. ഏകദേശം 15000-നും 17000-നും ഇടയിലുള്ള ഒരു ഇൻകം അദ്ദേഹത്തിന് ഫസ്റ്റ് തന്നെ കിട്ടി. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഇത് തന്നെ എങ്ങനെ 2 ലക്ഷം കിട്ടുക എന്നുള്ളതാണ്. 2 ലക്ഷം ദാസ് ഓൾറെഡി വാങ്ങിച്ചു കഴിഞ്ഞു. അപ്പൊ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു ഇതേപോലെ തന്നെ നിന്റെ കൂടെ വന്നിട്ടുള്ള ഈ 10 പേരിൽ ആർക്കൊക്കെ ഇതുപോലെ ഫാസ്റ്റ് ആർട്ട് ബ്രോൺസ് ഡയറക്ടർ ആക്കാൻ പറ്റും എന്ന് നോക്കുവാന്ന് പറഞ്ഞു. അങ്ങനെ 2ാമത്തെ മാസം അദ്ദേഹം സിൽവർ ആയി, 3ാമത്തെ മാസം ഗോൾഡ് ആയി. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഏകദേശം 50000 ക്രോസ് ചെയ്തു. 50000 ക്രോസ് ചെയ്ത സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളെ കൊണ്ടുവന്ന അപ്ലൈൻ അല്ലെങ്കിൽ നമ്മൾ ആരാണോ വഴികാട്ടുന്നത് അവരോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ടാണ് ഇദ്ദേഹം എന്നും ചെയ്യാറ്. എന്ത് കാര്യം ചെയ്യുമ്പോഴും എല്ലാം ചോദിച്ച് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രമേ ചെയ്യാറുള്ളൂ. അങ്ങനെ 50000 ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ടീമിൽ നല്ല രീതിയിൽ ടീം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ലേഡി ലീഡർ അവർക്ക് ഒരു അസൂയ ഉണ്ടായി. കാരണം നമ്മൾ പണിയെടുക്കുന്നു, അവർക്ക് ഉണ്ടാവുന്ന ഒരു തിങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണിയെടുത്തിട്ടാണ് ഇദ്ദേഹത്തിന് 50000 ഒക്കെ കിട്ടുന്നത്, ഇദ്ദേഹം കാർ ഫണ്ട് അച്ചീവർ ആവുന്നു. ഇങ്ങനെയുള്ള രീതിയിൽ നെഗറ്റീവ് കംപ്ലീറ്റ് അദ്ദേഹത്തിന്റെ ടീമിൽ ഓർഗനൈസേഷനിൽ പാസ് ചെയ്തു. ആ മാസം അദ്ദേഹത്തിന് ഒരാൾക്കാരും സാധാരണ ചെയ്യുന്ന ഒരാൾക്കാരും പേഴ്സണൽ PV പോലും ചെയ്യാത്ത ഒരവസ്ഥ വന്നു. അങ്ങനെ 50000 ക്രോസ് ചെയ്ത വ്യക്തി നേരെ 7000-ൽ താഴെ ആ മാസത്തെ ഇൻകത്തിലേക്ക് പോയി. 50000-ൽ നിന്ന് 7000-ലേക്ക് പോയി കഴിഞ്ഞാൽ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. അദ്ദേഹം എന്ത് ചെയ്യണം എന്ന് അറിയുന്നില്ല. പുരുഷോത്തമ ദാസായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇരുന്നു. അദ്ദേഹം പറഞ്ഞു ഇനിയും കണ്ടിന്യൂ വർക്ക് ചെയ്യുക, ഇത്രയും നാൾ വർക്ക് ചെയ്തതിനേക്കാളും കൂടുതൽ വർക്ക് ചെയ്യുക. നീ AC റൂമിൽ ഇരുന്നുകൊണ്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഈ രീതിയിലൊക്കെ സംഭവിച്ചത്, നീ പുറത്തിറങ്ങി വർക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അവിടുന്ന് വീണ്ടും ഒരു ട്രാൻസ്ഫർ വാങ്ങി ട്രാഫിക് ഡിവിഷനിലേക്ക് മാറി, ട്രാഫിക് പോലീസിലേക്ക് മാറി. നമ്മൾ കംഫർട്ട് സോണിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നെടുക്കുന്ന നേരം പുറത്ത് വെയിലത്ത് കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ആ രീതിയിൽ അദ്ദേഹം സ്വയം ഏറ്റെടുത്തു, ട്രാഫിക് പോലീസായിട്ട് മാറി. ട്രാഫിക് പോലീസായിട്ട് അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ വരുന്ന പല ആൾക്കാരും ഇപ്പം നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്ന ആ സമയത്ത് പോലും അദ്ദേഹം പ്ലാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒന്നും പറയാൻ പറ്റിയില്ലെങ്കിലും വെസ്റ്റീജ് എന്ന് പറയുന്ന ഒരു വേർഡ്സ് എങ്കിലും ഒരാളുടെ ചെവിയിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വെസ്റ്റീജ് എന്നുള്ള പേരെങ്കിലും ആ വ്യക്തിക്ക് കിട്ടും എന്നില്ല, ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാവും, അല്ലെങ്കിൽ ആ കേൾക്കിട്ട് പോകുന്ന ഒരവസ്ഥയിലേക്ക് അദ്ദേഹം, അങ്ങനെ നാട്ടുകാരും അവിടെ എത്തിയിട്ടുള്ള ആൾക്കാരും മൊത്തം ഇദ്ദേഹത്തെ കൊമഡിയൻ ആയിട്ട് ചിത്രീകരിക്കപ്പെട്ടു. അവിടെ പല ആൾക്കാരും പോകുന്ന സമയത്ത് അദ്ദേഹം ചോദിക്കുന്ന കാര്യം ഓക്കെ ആധാർ കൊണ്ടാന്ന് മാത്രമേ പറയുള്ളൂ, ജോയിൻ ചെയ്യാൻ പറഞ്ഞ ആധാർ എടുക്കുമെന്ന് മാത്രമേ പറയുള്ളൂ. അപ്പൊ ഇദ്ദേഹമാണ് ട്രാഫിക് പോലീസ് ഡ്യൂട്ടി ആയിട്ട് ചെയ്യുന്നത് എങ്കിൽ പല ബൈക്കിൽ പോകുന്നവർ ഹെൽമെറ്റ് ഇടാതെ പോകാൻ തുടങ്ങി. അപ്പോൾ ഹെൽമെറ്റ് ഇടാതെ പിടിക്കുന്ന സമയത്ത് പറയും സാർ എൻ്റെ ആധാർ ഇതാ, ആധാർ പിടിച്ചോ എന്ന് പറയും. ആധാർ കൊടുക്കും, ജോയിൻ ചെയ്യും. തിരിച്ചു വരുമ്പോഴും ഇദ്ദേഹം ഹെൽമെറ്റ് ഉപയോഗിക്കില്ല, കൂടെ 2 പേരെയും കൂടി കൂട്ടിയിട്ട് വരും. ഹെൽമെറ്റ് ഇടാതെ 3 പേരായിട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അപ്പൊ 3 പേര് വരുമ്പോൾ ശരിക്കും ഇദ്ദേഹം വീണ്ടും കൈ കാണിക്കും, പിടിക്കും. അപ്പൊ പറയും രാവിലെ ഞാൻ ഒറ്റയ്ക്കല്ലേ ആധാർ തന്നതാ, ഇപ്പൊ 2 പേരും കൂടി ആധാർ തരാൻ വേണ്ടി റെഡിയാണെന്ന് പറയും. അങ്ങനെ അദ്ദേഹത്തിന്റെ നെറ്റ്വർക്ക് ചില ആൾക്കാർ വലമടിച്ച് ഇതായിട്ട് വരും. ആ സമയത്ത് ബൈക്ക് ഓടിക്കുന്ന രീതിയൊക്കെ വളരെ വ്യത്യസ്തം. പിടിക്കുന്ന സമയത്ത് എല്ലാവരും എടുക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഇയാൾ എല്ലാവരോടും ചോദിക്കുന്ന ആധാർ മാത്രമാണ്. അപ്പൊ ആധാർ എടുത്തു കൊടുക്കും. ആ സമയത്ത് അയാൾ രക്ഷപ്പെടും. പിന്നീട് ഫോൺ വിളിച്ചാലോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പറഞ്ഞാലോ ചെയ്യാറില്ല. എന്നിരുന്നാലും കുറച്ച് ആൾക്കാരൊക്കെ അതിൽ ചെയ്യുന്ന രീതിയിലേക്ക് വന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഒരു വണ്ടി ഇടിച്ച് അദ്ദേഹത്തിന്റെ മുകളിലൂടെ വണ്ടി പോയി. അദ്ദേഹത്തിന്റെ തലക്ക് വലിയൊരു ഇഞ്ചുറി പറ്റി, കൈ സ്കിൻ മൊത്തം പോയി. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴും കൈക്ക് സ്കിന്നില്ല, ഒരു വലിയൊരു ഏരിയ സ്കിന്നില്ലാതെയാണ് അദ്ദേഹം നടക്കുന്നത്. സ്കിന്നൊക്കെ മൊത്തം പോയി. ഹോസ്പിറ്റലിലായി.
ഹോസ്പിറ്റലിലായ സമയത്തും ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ 10-15 വർഷമായിട്ട് ഇദ്ദേഹം ജോലി ചെയ്യുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു വ്യക്തി പോലും ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ വെസ്റ്റീജിൽ വന്നതുകൊണ്ട് തന്നെ നൂറുകണക്കിന് ആൾക്കാർ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നു. അവിടെ ഡോക്ടർമാർ പോലും അസൂയപ്പെട്ടു, അതിശയപ്പെട്ടു പോയി. നിങ്ങൾ കളക്ടറോ മറ്റോ ആണോ ഇത്രയും ആൾക്കാർ ഇവിടെ വരാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. അത്രയും ആൾക്കാർ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലൊക്കെ വന്നു. പക്ഷെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരാൾ പോലും വന്നിട്ടില്ല. തിരിച്ച് അദ്ദേഹം വീട്ടിലേക്ക് ഡിസ്ചാർജ് ആയിട്ട് പോകുന്ന സമയത്ത് പോലും അദ്ദേഹത്തെ മുന്നിലും ബാക്കിലും ഒരു കാറിന്റെ റാലി തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ ഈ സമയത്തൊക്കെ അദ്ദേഹം ചിന്തിച്ചത്, ആ ആക്സിഡന്റ് ആയി അദ്ദേഹം ചോരയിൽ കുളിച്ചു നിൽക്കുന്ന ആ സമയത്ത് എണീറ്റ് ഇരുന്ന സമയത്ത് അദ്ദേഹം ചിന്തിച്ചത്, ഈ സമയത്ത് ഞാൻ ഇല്ലാണ്ടായി പോയി കഴിഞ്ഞാൽ എൻ്റെ ഫാമിലി എങ്ങനെ സെക്യൂർഡ് ആവും എന്നുള്ള ഒരു കാര്യം അദ്ദേഹം അപ്പോഴാണ് ചിന്തിച്ചത്. അത് അദ്ദേഹത്തെ സിസേറിയൻ ചെയ്യുന്ന സമയത്ത് വരെ അദ്ദേഹത്തിന്റെ അബോധാവസ്ഥയിലേക്ക് മാറുന്നത് വരെയും അദ്ദേഹം ചിന്തിച്ചത് ഈ ഒരു കാര്യമാണെന്ന് പറഞ്ഞത്. എൻ്റെ ഫാമിലി എന്താവുമായിരുന്നു ഞാൻ ഈ സമയത്ത് സ്പോട്ടിൽ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ. അങ്ങനെ അദ്ദേഹം യാതൊരു കുഴപ്പമില്ലാതെ, യാതൊരു കുഴപ്പം തന്നെ ജീവനോടെ അദ്ദേഹം വീട്ടിലേക്ക് പോയി. അദ്ദേഹത്തിന് റെസ്റ്റ് കുറെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വീട്ടിലെത്തി ഏകദേശം ഒരു 10 ദിവസം കഴിഞ്ഞ സമയത്ത് തന്നെ അദ്ദേഹത്തെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വീണ്ടും വിളിച്ചു, ഡ്യൂട്ടിക്കായിട്ട് വിളിച്ചു. എത്രയോ മാസങ്ങൾ എടുക്കേണ്ട റെസ്റ്റാണ്, പക്ഷെ വെറും 10 ദിവസമാണ് അദ്ദേഹത്തിന് അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന് അന്ന് മനസ്സിലായി, ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു ഇതാണ് എൻ്റെ ഇത്രയും സഹപാഠികളൊക്കെ ഈ രീതിയിലാണ് എന്നെ കാണുന്നത്, ഈ രീതിയിലാണ് നമ്മൾ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക എന്നുള്ളതൊക്കെ അദ്ദേഹം ചിന്തിച്ചു. അദ്ദേഹം പോയി. പക്ഷെ അതിനിടയിൽ ഒരു സംഭവം നടന്നു. അദ്ദേഹത്തിന് ഈ 50,000 ഇതൊക്കെ ക്രോസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരന് അസൂയ തോന്നി. അദ്ദേഹം എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡിന് എത്തിക്കുമായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അദ്ദേഹം ഇവിടുന്ന് കിട്ടുന്നതിനേക്കാളും പൈസ വേറൊരു സ്ഥലത്ത് നിന്ന് ഉണ്ടാക്കുന്നുണ്ട്, വേറെ ജോബ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ അങ്ങനെ ഇദ്ദേഹത്തിന് ഇടക്കിടക്ക് വിളിച്ച് പറഞ്ഞു ചോദിച്ചു. അപ്പോ ഇദ്ദേഹം ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷെ സൈഡായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ 50,000 ക്രോസ് ചെയ്തു, 1,00,000 ക്രോസ് ചെയ്തു. പക്ഷെ എല്ലാ വാർത്തകളും ഓരോരോ ആൾക്കാരോട് സംസാരിക്കുന്ന കാര്യങ്ങളും ഒക്കെ ഇദ്ദേഹം ഈ മേലുദ്യോഗസ്ഥനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഇദ്ദേഹത്തിന് വീണ്ടും പണിഷ്മെന്റ് രീതിയിൽ ഇദ്ദേഹത്തിന് ഗ്രാമത്തിൽ ജോലി കിട്ടും. ഗ്രാമത്തിൽ നിന്ന് പെട്രോളിങ്ങിന് മാത്രം, എവിടെയും നിന്നുകൊണ്ട് ജോലി ചെയ്യേണ്ട, വണ്ടിയിൽ ഇങ്ങനെ കറങ്ങുക മാത്രം. എന്താണ് ജോബ്? അദ്ദേഹം പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്നു. ഓക്കെ, അങ്ങനെ ഗ്രാമത്തിൽ ഇട്ടു. അപ്പൊ ഗ്രാമത്തിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ ആൾക്കാരുമായിട്ട്, കാരണം പുറത്തെ ആൾക്കാരെയൊന്നും കാണാനില്ല, നൈറ്റ് പെട്രോളിങ്, ഇങ്ങനെയൊക്കെയാണ് ഇദ്ദേഹത്തിന് ജോലി ഇട്ടുകൊണ്ടിരുന്നത്. ആ സമയത്ത് എന്ത് ചെയ്തു? ഇദ്ദേഹത്തിന്റെ ടീമിലുള്ള എല്ലാ അംഗത്തിനെയും വിളിച്ചു പറഞ്ഞു, ഗ്രാമത്തിൽ നിങ്ങളുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ റിലേഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ടീം ഡെവലപ്പ് ചെയ്യാം എന്ന് പറഞ്ഞു. ആ സമയത്ത് 1 lakh ഒക്കെ ഉള്ള സമയത്ത് ഗ്രാമത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം 2 lakhിലേക്ക് പോയി. കാരണം അദ്ദേഹത്തിന് പണിഷ്മെന്റ് കൊടുത്ത സമയത്തും അദ്ദേഹത്തിന്റെ ഇൻകം കൂടി വന്നു. ആ സമയത്തും ഈ ഒരു പോലീസ് അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥനോട് പറഞ്ഞു, അദ്ദേഹത്തിന് എവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇൻകം കൂടി വരുന്നേ ഉള്ളൂ, കുറയുന്നില്ല എന്ന് പറഞ്ഞു. വളരെ അസൂയയോടുകൂടി പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഡ്യൂട്ടി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ മകൾക്ക് ഒരു അസുഖം വന്നു. പെട്ടെന്ന് വീട്ടിൽ നിന്ന് വിളിച്ചു, ആരോടും പറയാതെ തിരിച്ചുപോയി. അതേ സമയത്ത് ഇദ്ദേഹം മേലുദ്യോഗസ്ഥനെ വിളിച്ചു പറഞ്ഞു, ഡ്യൂട്ടിയിലില്ല, ആളിപ്പം ഡ്യൂട്ടിയിൽ കാണാനില്ല. അങ്ങനെ വന്നു നോക്കിയപ്പോൾ ഇദ്ദേഹം ഡ്യൂട്ടിയിലില്ല, പറയാതെ പോയിരിക്കുന്നത് കൊണ്ട് തന്നെ സസ്പെൻഷനിൽ കൊടുക്കാൻ ലെറ്ററൊക്കെ റെഡിയാക്കിയിരിക്കുന്ന സമയത്ത് ഇതേ പോലീസുകാരൻ വീണ്ടും ഓടിക്കൊണ്ട് ഈ മേലുദ്യോഗസ്ഥനോട്, അദ്ദേഹത്തിന് ഒരിക്കലും സസ്പെൻഷൻ കൊടുക്കാൻ വേണ്ടി പാടില്ല, കാരണം സസ്പെൻഷൻ കൊടുക്കാതെ തന്നെ ഇദ്ദേഹത്തിന് 2 ലക്ഷമൊക്കെ ക്രോസ് ചെയ്തു. ഇനി ജോലിയും കൂടി ഇദ്ദേഹത്തിന് ഇല്ലാതെ ഇരുന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം 5 ലക്ഷം 10 ലക്ഷം ഒക്കെ ഉണ്ടാക്കുന്ന വലിയൊരാളായിട്ട് മാറും. അങ്ങനെ പാടില്ല, സസ്പെൻഷൻ കൊടുക്കാൻ വേണ്ടി പാടില്ല, താക്കീത് മാത്രം കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ ലാസ്റ്റ് ദിവസം അന്ന് സസ്പെൻഷൻ ഓർഡർ കൊടുത്തില്ലെങ്കിൽ പോലും അദ്ദേഹത്തെ ഓഫീസിൽ വിളിച്ച സമയത്ത് അദ്ദേഹം പോയി, അന്ന് കണ്ടു. അതിനുശേഷം ഇന്ന് വരെ അദ്ദേഹം ആ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടില്ല, ജോബിനായിട്ട് അദ്ദേഹം പോയിട്ടില്ല എന്നാ പറഞ്ഞത്. അതിനുശേഷം ഫുൾ ടൈം വർക്ക് ചെയ്തു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ വൈഫും വളരെ സീരിയസ് ആയിട്ട് തന്നെ വീണ്ടും ഇറങ്ങി, മക്കളെ തൊട്ടടുത്ത വീട്ടിലൊക്കെ ആക്കിയിട്ട് അവര് രാത്രിയും ഒക്കെ ഒറ്റ കാര്യമേ ചെയ്യാറുള്ളൂ. അദ്ദേഹം ആരെ കണ്ടു കഴിഞ്ഞാലും ജസ്റ്റ് വെസ്റ്റീജ് പറയും, ആധാർ കാർഡ് ചോദിക്കും. ഇതാണ് ചെയ്യുന്നത്. ജോയിൻ ചെയ്യാൻ റെഡിയായി കഴിഞ്ഞാൽ 500 PV സർക്കിളിലേക്ക് ആൾക്കാരെ കൊണ്ടുവരും. അതേ രീതിയിൽ ചെയ്തതുകൊണ്ട് അദ്ദേഹം 3 വർഷം കൊണ്ട് ഏകദേശം 5 lakhന് മുകളിൽ ഇൻകം ഏൺ ചെയ്യുന്ന വ്യക്തിയായിട്ട് മാറി.
ഇതാണ് അദ്ദേഹത്തിന്റെ ചുരുക്കി പറഞ്ഞത്. അദ്ദേഹം വലിയൊരു 1 മണിക്കൂർ 1.5 മണിക്കൂർ എടുത്ത ഒരു ജീവിത കഥ തന്നെയായിരുന്നു. അത് ചുരുക്കിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് പറഞ്ഞത്. പിന്നെ അദ്ദേഹം സക്സസ് ആയിട്ടുള്ള ഒരു 13 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങൾ നമ്മുടെ നെക്സ്റ്റ് സെഷനിൽ ഷാജി സാർ സംസാരിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി ഞാൻ ഇടയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടി പറയാം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വെജിറ്റബിൾസ് വാങ്ങാനൊക്കെ കടയിൽ പോകാറുണ്ടാവും അല്ലെ? വെജിറ്റബിൾസ് വാങ്ങാൻ വേണ്ടി പോകുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ, വെജിറ്റബിൾസ് വാങ്ങാൻ പോയി. ഇത് ഇവിടെ പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹം ഒരു തക്കാളിയാണ് വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നമ്മൾ എല്ലാവരും തക്കാളിയാണ് വാങ്ങാൻ വേണ്ടി പോകുന്നത് എന്ന് വിചാരിച്ചോ. അപ്പോൾ തക്കാളി നമ്മൾ ആ കടയിൽ പോയ ഉടനെ തന്നെ നമ്മൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ റേറ്റ് എത്രയാണെന്ന് ചോദിക്കുന്നുണ്ടാവും അല്ലെ? റേറ്റ് 30 രൂപയാണെന്ന് വിചാരിച്ചോ. 30 രൂപ തന്നെ, ഇന്ന് 80 രൂപയാണ് തക്കാളിക്ക് റേറ്റ്. വളരെ വില കൂടിയിട്ടുണ്ട്. 30 രൂപയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ 30 രൂപയുടെ തക്കാളി നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നുണ്ടാവുക? ആദ്യം ഒന്നെടുക്കും, തിരിച്ചും മറിച്ചും നോക്കും, സ്ക്രാച്ച് ഉണ്ടോ അല്ലെങ്കിൽ അതിന്റെ മുകളിൽ എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടോ, അതിനെ മാറ്റി വെക്കും, ഞെക്കി നോക്കും, ഞെങ്ങുന്നുണ്ടെങ്കിൽ അത് മാറ്റി വെക്കും, ഞെങ്ങിയില്ലെങ്കിൽ പോലും മാറ്റി വെക്കും. എല്ലാത്തിനും കുറ്റം പോലെ കാണുന്നവരാണ്. ഞെങ്ങിയാലും പ്രശ്നമാണ്, ഞെങ്ങിയില്ലെങ്കിലും പ്രശ്നമാണ്. ഇതിന്റെ ഇടയിലുള്ള കുറച്ചെണ്ണം നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടാവും. കാരണം അത്രയും സമയം എടുത്തിട്ടാണ് നമ്മൾ 1 കിലോ തക്കാളി വാങ്ങാൻ വേണ്ടിയിട്ട്, 30 രൂപയുടെ തക്കാളി വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ അത്രയും സമയം എടുത്തിട്ടാണ് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഇവിടെ സാറ് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ 3 ജനറേഷൻ വരെ നമുക്ക് സെക്യൂർഡ് ആക്കാൻ പറ്റുന്ന ഈ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി എന്തുകൊണ്ടാണ് 1 കിലോ 30 രൂപയ്ക്കുള്ള തക്കാളി വാങ്ങിക്കുമ്പോൾ എടുക്കുന്ന അത്രയും നോക്കി നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യം ഇവിടെ എന്തുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല? അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടാവും. ചില ആൾക്കാർ കേൾക്കുന്നുണ്ടാവും, ചില ആൾക്കാർ കേൾക്കുന്നുണ്ടാവും, ചില ആൾക്കാർ മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല. ചിലപ്പോൾ നമ്മളെ ഫോൺ എടുക്കുന്നുണ്ടാവും. അവരൊക്കെ ഈ ഒരു തക്കാളിയായിട്ട് നമ്മൾ ഉപമിക്കുകയാണെങ്കിൽ, ചില ആൾക്കാർ വരുന്നവര് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. ഈ തക്കാളിയുടെ കഥയായിട്ട് നമ്മൾ കൂടെ വരുന്ന ഓരോ വ്യക്തികളെയും നമ്മൾ താരതമ്യപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജം നമുക്ക് അതിൽ നിന്ന് തന്നെ ലഭിക്കുന്നുണ്ടാവും. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത സെഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇത്രയുമാണ് ഈ ഒരു ഇതിൽ പറയാനുള്ളത്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇത്രയും സമയം കേട്ടിരുന്നതിന്. ഇങ്ങനെ ഒരു അവസരം തന്ന ഷാജി സാറിനോടും ഈ ഓർഗനൈസേഷനോടും നന്ദി പറയുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു 13 കാര്യങ്ങളിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കാര്യമാണ് അടുത്ത സെഷനിൽ നമ്മുടെ ഷാജി സാർ പറയുന്നുണ്ടാവുക. ഈ ഒരു ബിസിനസ്സിൽ അത്യാവശ്യമായിട്ടും ഉള്ള 4 ബേസിക്സിനെ കുറിച്ചിട്ടാണ് ഷാജി സാർ പറയുന്നത്. ഷാജി സാറിന് എല്ലാവർക്കും ഇവിടെ പരിചയമുള്ളതാണ്. അദ്ദേഹം കണ്ണൂർ സ്വദേശിയാണ്, എൻ്റെ കൂട്ടുകാരനാണ്, നാട്ടുകാരനാണ്. അദ്ദേഹം ഇന്നിരിക്കുന്നത് ദുബായിലാണ്. ദുബായിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം ഫുൾ ടൈം ആയിട്ട് ജോബൊക്കെ റിസൈൻ ചെയ്തു. ഇന്ന് ക്രൗൺ ഡയറക്ടർ എന്ന് പറയുന്ന പിൻ ലെവൽ അച്ചീവ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഈ ബിസിനസ്സിലെ 8 തരത്തിലുള്ള വരുമാനം വാങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ അടുത്ത രാജു സാറിന്റെ സക്സസ് സ്റ്റോറിയിലുള്ള ആ 13 കാര്യവും ഏകദേശം ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തത്. ഈ 4 ബേസിക്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഷാജി സാറിനെ വളരെ സ്നേഹപൂർവ്വം നിങ്ങളുടെ എല്ലാവരും അനുവാദത്തോടു കൂടി ഞാൻ ക്ഷണിക്കുകയാണ്. പ്ലീസ് വെൽക്കം ഷാജി സാർ. വെൽക്കം. താങ്ക് യു വിനോദ്. ആക്ച്വലി ഇതിലേക്ക് കുറെ പുതിയ ആൾക്കാരുണ്ട്. ആദ്യമായിട്ട് എനിക്കൊന്ന് ഇന്ന് വരെ പ്ലാൻ പോലും ബിസിനസ് പോലും കേൾക്കാത്ത ആൾക്കാർ പോലും നേരത്തെ ഉണ്ടായിരുന്നത്. അവരാണ് കുറച്ച് മെസ്സേജ് ടൈപ്പ് ചെയ്തത്. എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ്. വിനോദ് സാറ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു 3 ദിവസം കേരളത്തിൽ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. അവിടെ ഹൈദരാബാദിൽ നിന്നും ഒരു ലീഡർ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കഥയാണ്. ജസ്റ്റ് ഒന്ന് ഇവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കുറേ ലീഡേഴ്സ് ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് വിനോദ് സാർ പറഞ്ഞതാണ്. അപ്പോൾ ആദ്യമായിട്ട് വന്നിരിക്കുന്ന ആൾക്കാർ ഇതെന്താണ് ഇവിടെ പറയാൻ കാരണം ചിന്തിക്കുന്നുണ്ടോ? ഫേക്ക് അല്ല, ഒരു വ്യക്തിയുടെ കഥയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വ്യക്തി ഈ ബിസിനസ്സിൽ വിജയിച്ച അദ്ദേഹത്തിൻ്റെ ചെറിയൊരു കഥ തിരുവല്ലയിലും കൊരട്ടിയിലും തലശ്ശേരിയിലും ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കേട്ടൊരു കഥ ഇവിടുത്തെ പങ്കെടുക്കാൻ പറ്റാത്ത ആൾക്ക് പറഞ്ഞു കൊടുത്താണ്. ഓക്കെ. പിന്നെ എപ്പോഴും നമ്മൾ ടീം മീറ്റ് ആവുന്ന സമയത്ത് പുതിയ ആൾക്കാർ, ആദ്യമായിട്ട് വരുന്ന ആൾക്കാർക്ക് ടീം മീറ്റിലെ കാര്യങ്ങൾ ചിലപ്പോൾ എല്ലാം കറക്റ്റായി മനസ്സിലായി എന്ന് വരില്ല. അതൊരു പ്രത്യേകത. എനിക്കൊന്ന് 2-3 പുതിയ ആൾക്കാരുണ്ടായിരുന്നു. അവർ ഇതുവരെ ഈ ബിസിനസ് എന്താണെന്ന് അറിയില്ല, ആരോ പിടിച്ച് കയറ്റിയതാണ്. അതുകൊണ്ടാണ് ആദ്യമായിട്ട് വരുന്ന ആൾക്കാർക്ക് ഈ ബിസിനസ്സിനെ കുറിച്ചോ അതിൻ്റെ സംശയങ്ങളൊന്നും നമ്മളിവിടെ നിന്ന് ക്ലിയർ ആക്കുന്നുണ്ടാവില്ല. അതെല്ലാം നമ്മൾ എല്ലാ ദിവസത്തെ ഉച്ചക്കത്തെ സെഷനിൽ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞാൻ ആ 2 മെസ്സേജിന് അതിലുള്ള മെസ്സേജ് അതായിപ്പോൾ പറഞ്ഞിട്ടോ റിപ്ലൈ തന്നതാണ്. ഇത് ഒരു വ്യക്തിയുടെ കഥയാണ് വിനോദ് സാർ പറഞ്ഞത്. അദ്ദേഹത്തിന് നേരിട്ട് പോയി കണ്ടതുകൊണ്ടാണ്. ഞാനും ഒരു 7 മാസം മുന്നേ അദ്ദേഹത്തിന് ഹൈദരാബാദിൽ പോയി നേരിട്ട് കണ്ടതാണ്. അപ്പോൾ ഈ ഒരു ബിസിനസ്സിൽ സക്സസ് ആയ ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി ഞാൻ അടുത്തൊരു സെഷനിലേക്ക് പോകുന്നത് വെച്ചാൽ ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു 85 ആൾക്കാരുണ്ട്. ഇതിൽ പകുതി ആൾക്കാരും
ലേറ്റസ്റ്റ് ആയിട്ട് ബിസിനസ്സിൽ ജോയിൻ ചെയ്ത ആൾക്കാർ, ഒരാഴ്ച 2 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തിലധികമായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് ഇതിനകത്ത് കൂടുതലായിട്ട് ഉണ്ടാവുക. എന്താണ് ഇത് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് ഒന്നും അറിയാതെ കുറേ ആൾക്കാരുണ്ടാവും. പല ആൾക്കാരുടെ പല ഗ്രൂപ്പിലും ജോയിൻ ചെയ്ത ആൾക്കാരുണ്ടാവും. പക്ഷേ ചിലപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തെങ്കിൽ പോലും നിങ്ങൾ ആരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാറുണ്ടാവില്ല. ആ ഗ്രൂപ്പിൽ ഇങ്ങനെ വെറുതെ അടങ്ങി ഒതുങ്ങി ഒരു സൈഡിൽ മൂലയ്ക്ക് ഇരിക്കുന്നുണ്ടാവും, വണ്ടി പോവാതിരിക്കുന്നുണ്ടാവും അല്ലേ. ആ അവസ്ഥയിലായിരിക്കും നിങ്ങൾ എല്ലാവരും ഇരിക്കുന്നുണ്ടാവുക. ആദ്യം നമ്മൾ ഈ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ വന്നിരിക്കുന്ന ബിസിനസ്സിനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം കേട്ടോ, ഒന്ന് വിശ്വസിക്കാൻ ശ്രമിക്കണം. വിശ്വസിക്കാതെ നമുക്കിതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. വിശ്വസിക്കണമെങ്കിൽ നമ്മൾ ഇതിലോട്ട് ശരിക്കും ഇതിനെ ഓരോരോ മീറ്റിങ്ങുകളും ഓരോരോ ഫംഗ്ഷനും അറ്റൻഡ് ചെയ്യാൻ തുടങ്ങണം. രാവിലെയുള്ള മീറ്റിങ്ങുകളും വൈകുന്നേരമുള്ള മീറ്റിങ്ങുകളൊക്കെ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്താൽ മാത്രമേ, പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു കമ്പനിയെ വിശ്വസിക്കാൻ സാധിക്കുള്ളൂ. ഇതൊന്നും ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല ഇതെന്താ സംഭവം എന്നുള്ളത്. പലപ്പോഴും ഓരോ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എന്താ പറയുന്നത് നമുക്കൊരു മാച്ചായി വരില്ല. അപ്പോൾ എല്ലാ ആൾക്കാരും ഈ ബിസിനസ്സിലൂടെ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള എല്ലാ ഫംഗ്ഷനും നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് കാണുന്ന എല്ലാ മീറ്റിങ്ങുകളും അറ്റൻഡ് ചെയ്തുകൊണ്ട് അതിനെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞുതരാം. സ്ലൈഡ് ഉണ്ട് എങ്കിലും ഞാൻ സ്ലൈഡിലെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, കാരണം അധികം സമയം അതിലെടുക്കാൻ പറ്റില്ല. ആ സ്ലൈഡിന് 1 മണിക്കൂറിൻ്റെ സ്ലൈഡാണ്. കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാനിപ്പോൾ അത് പറഞ്ഞുതരാം. ഓക്കെ, ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഒറ്റ സെക്കൻഡ്, സ്ലൈഡ് ഒന്ന് ഓപ്പൺ ആക്കി തരാം. പിന്നെ സ്ക്രീൻ കാണുന്നുണ്ടോ? സ്ക്രീൻ ഓക്കെ അല്ലേ? കാണാം. ഓക്കെ, ഇതിൽ 4 ബേസിക്സിനെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. 4 കാര്യങ്ങൾ നമുക്ക് പറയാം. ഒരു കാർ ഉണ്ടെങ്കിൽ അതിന് 4 ടയർ ഉണ്ടാവണം. 4 ടയറിന് കാറ്റുണ്ടെങ്കിൽ മാത്രമേ ആ വണ്ടി ഓടുള്ളൂ അല്ലേ. അതേപോലെ തന്നെയാണ് ഈ ബിസിനസ്സിൻ്റെ കാര്യം. ഈ ബിസിനസ്സിനും 4 ബേസിക്സ് കാര്യങ്ങളുണ്ട്. ആ 4 ബേസിക്സ് കാര്യങ്ങളും കറക്റ്റായി ചെയ്യുന്നവർക്കാണ് ഇതിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ. അല്ല എങ്കിൽ പല ആൾക്കാരും എന്തെങ്കിലും ചെയ്തു വെക്കുന്നുണ്ടാവും, കുറച്ച് ദിവസം ചെയ്യുന്നുണ്ടാവും, ശ്രമിച്ചിട്ട് കളഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും. ഇവിടെ പുതിയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, ഒരു ഐഡിയ എടുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ കുറച്ച് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു, പ്രൊഡക്റ്റ് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല റിസൾട്ട് തോന്നുന്നുണ്ടാവും, പക്ഷേ വണ്ടി അങ്ങോട്ട് നീങ്ങുന്നുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച പോലെ വന്നിരിക്കുന്ന പോലെ ആ പ്രൊഡക്റ്റ് കണ്ടോ, ആ പ്രൊഡക്റ്റ് നല്ലതാണ്, ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, വിചാരിച്ച പോലെ വണ്ടി അങ്ങോട്ട് നീങ്ങാതിരിക്കുന്ന സമയത്ത് പതുക്കെ നമ്മളെ വിളിക്കുന്ന അപ്ലൈനായിട്ട് കമ്മ്യൂണിക്കേഷൻ കുറയുന്നുണ്ടാവും, സംസാരിക്കൽ കുറയുന്നുണ്ടാവും, പിന്നെ പതുക്കെ ബിസിനസ് കളഞ്ഞിട്ട് പോകുന്നുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരെ പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഈ ഒരു 4 ബേസിക്സ് കാര്യങ്ങൾ കറക്റ്റായി ചെയ്യുന്ന വ്യക്തിക്കാണ് ഇതിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കാര്യമാണ് ലിസ്റ്റ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇത് പഴയ ആൾക്കാർ, കുറേ മുന്നേ ഉള്ള ആൾക്കാർക്ക് ഇത് കേട്ട് ബോറടിക്കുന്നുണ്ടാവും, സ്ഥിരമായിട്ട് കേൾക്കുന്നുണ്ട്, ബോറടിക്കുന്നുണ്ടാവും. ഒന്നും വേണ്ട, ഇത് ഓർമ്മപ്പെടുത്തുന്നതിൽ മാത്രമാണ്. പഴയ ആൾക്കാർക്ക് ഇത് ഓർമ്മപ്പെടുത്തലും പുതിയ ആൾക്കാർക്ക് ബേസിക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. ലിസ്റ്റ് ബിൽഡിങ് എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലൊരു കല്യാണം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ കാദർച്ചൻ്റെ വീട്ടിലേക്ക് മക്കളുടെ കല്യാണം വരുവാണ്, ഇൻവൈറ്റ് ചെയ്യുന്ന ആൾക്കാർ, കാദർച്ചൻ്റെ ബന്ധക്കാരുണ്ടാവും. വീഡിയോ ഓണാക്കിയിരിക്കുന്നുണ്ട്, ഞാൻ പേര് വിളിക്കുന്നുണ്ട്, വീഡിയോ ഓണാക്കി എല്ലാവരുടെ പേരും ഞാൻ പറയും. ഓക്കെ, ഒരു കല്യാണം ക്ഷണിക്കുന്ന സമയത്ത് കുടുംബത്തിലെല്ലാവരും വിളിക്കണം, നാട്ടുകാരെ വിളിക്കണം. ഇത് നമ്മളിങ്ങനെ തോന്നിയ പോലെ വിളിച്ചു കഴിഞ്ഞാൽ വേണ്ടപ്പെട്ട 1-2 ആൾക്കാരുടെ പേരങ്ങ് മറന്നുപോകും, കല്യാണം ക്ഷണിക്കില്ല, അവർ മിണ്ടാതങ്ങ് ഇരിക്കുകയും ചെയ്യും. കല്യാണം കഴിഞ്ഞ ശേഷം വഴിയിൽ വെച്ച് കാണുമ്പോൾ പരാതിയും പറയും, എന്നെ മാത്രം നിങ്ങൾ വിളിച്ചില്ലോ എന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ലിസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ആ സംഭവം അങ്ങനെ വരുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ഒരു ബിസിനസ്സിന് നമുക്ക് പൈസ വേണ്ട, ലാൻഡ് വേണ്ട, ലേബർ വേണ്ട, ക്യാപിറ്റൽ വേണ്ട, വേറെ ഒന്നും വേണ്ട. ആവശ്യമുള്ളത് ഈ ലിസ്റ്റാണ്. നമ്മുടെ ലേബർ ഇത്, ക്യാപിറ്റൽ ഇത് തന്നെയാണ്, ലിസ്റ്റാണ് ഈ ബിസിനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അവരുടെ ലിസ്റ്റ് നമ്മളൊന്ന് എഴുതി വെക്കേണ്ട ആവശ്യമുണ്ട്. ചിലപ്പോൾ ഏറ്റവും കൂടുതൽ റിജക്ഷൻ കിട്ടുന്നത് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിരിക്കും, എങ്കിലും നമ്മൾ എല്ലാ ആൾക്കാരുടെ ലിസ്റ്റ് എഴുതി വെക്കണം. പിന്നെ അവരെ അപ്രോച്ച് ചെയ്യണം, ഇൻവൈറ്റേഷൻ കൊടുക്കണം അവർക്ക് ഈ ബിസിനസ്സിലേക്ക്. ഇപ്പം നിങ്ങളെല്ലാവരും ആരുടെയെങ്കിലും ഇൻവിറ്റേഷൻ മുഖേനയായിരിക്കും ഇതിലേക്ക് വന്നിട്ടുണ്ടാവും അല്ലേ. വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി, ഇൻസ്റ്റാഗ്രാം വഴിയോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ആയിരിക്കും ഇവിടെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഈ ഒരു സെയിം കാര്യം തന്നെയാണ് നിങ്ങളും ഇൻവൈറ്റ് ചെയ്യേണ്ട ആൾക്കാരെ. അതിനുശേഷം അവരെ സൂം മീറ്റിങ്ങിൽ വെക്ക്. നമ്മൾ ചെയ്യുന്നത് കംപ്ലീറ്റ് ഓൺലൈൻ സൂം മീറ്റിംഗ് ആണ്. നാട്ടിലെ മറ്റുള്ളവരൊക്കെ ചെയ്യുന്നത് ഫിസിക്കൽ മീറ്റിങ്ങുകളാണ്, അവിടെയായിരിക്കും കൂടുതൽ ചെയ്യുന്നുണ്ടോ. നമ്മുടെ ഓർഗനൈസേഷൻ ആണ് ഇന്ന് ഇന്ത്യയിൽ ഓൺലൈനിലൂടെ മാത്രം ഈ ബിസിനസ് പ്ലാൻ കാണിക്കുന്നത്. കാരണം ഇതിൻ്റെ ഒരു പ്രത്യേകത, ലാഭം മാത്രമേ ഉള്ളൂ, ചിലവില്ല. പെട്രോൾ അടിക്കണ്ട, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ട,
ഷർട്ട് മാത്രം ഇട്ടാൽ മതി. ഇനി വീഡിയോ ഓഫ് ആകാൻ ഷർട്ട് ഇട്ടില്ലെങ്കിൽ പ്രശ്നമില്ല. നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് കിടന്നുകൊണ്ട് ഇരുന്നുകൊണ്ട് ഉറങ്ങിക്കൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടും ബിസിനസ് കേൾക്കാൻ സാധിക്കും. അതാണ് ഓൺലൈൻ മീറ്റിങ്ങിൻ്റെ പ്രത്യേകത. ഷോ ദ പ്ലാൻ. ഇൻവൈറ്റ് ചെയ്ത വ്യക്തിയെ പ്ലാൻ കാണിക്കുക, പിന്നെ ആ വ്യക്തിയെ ഫോളോ അപ്പ് ചെയ്യുക. നേരത്തെ വിനോദ് സാർ പറഞ്ഞ കഥ കേട്ടില്ലേ? ഫോളോ അപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 2 കൊല്ലം എന്നാൽ ആൾ ഇറിറ്റേഷനായി ജോലി റിസൈൻ ചെയ്ത് വേറെ സ്ഥലത്തേക്ക് പോകേണ്ട അവസ്ഥ വരെ എത്തിച്ചും ഫോളോ അപ്പ് ചെയ്ത് 2 വർഷം സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. അദ്ദേഹം പിറകെ പോയി ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് 2 വർഷത്തിന് ശേഷം ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത പോലെ നമ്മൾ ഇതുപോലെ ആൾക്കാരെ പിറകെ പോയി ഫോളോ അപ്പും ചെയ്യേണ്ട. പക്ഷേ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത വ്യക്തിക്ക് പ്ലാൻ കണ്ടു കഴിഞ്ഞാൽ അവരെ ഫോളോ അപ്പും ചെയ്യണം. ആ 4 കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ചെയ്യേണ്ടത്. അതിൽ ഇമ്പോർട്ടൻസ് കാര്യം ലിസ്റ്റ് ബിൽഡിങ്ങിനെ കുറിച്ച് കുറച്ചുകൂടെ ഞാൻ ഡീറ്റെയിൽ പറഞ്ഞുതരാം, എങ്ങനെയാണ് ലിസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളത്. നമുക്കിപ്പോൾ അറിയാം, കുറച്ച് ആൾക്കാരെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ഈ ബിസിനസ് വിജയിക്കാൻ സാധിക്കുള്ളൂ. അല്ല, നമ്മൾ ചെയ്യുന്ന ബിസിനസ് ഒരു ടേൺ ഓവർ ബേസ്ഡ് ബിസിനസ്സാണ്. നമ്മൾ ഇതിൽ പല ആൾക്കാരും ചിന്തിക്കാറുണ്ട്, ഇതിൽ പ്രൊഡക്റ്റ് വാങ്ങിച്ചതുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് വരുമാനം വരുന്നത്? എൻ്റെ വീട്ടിലേക്ക് ഞാൻ കുറച്ച് സാധനമല്ലേ വാങ്ങിക്കുന്നുള്ളൂ, അതിലൂടെ എങ്ങനെ വരുമാനം വാങ്ങിക്കാൻ സാധിക്കുന്നു എന്നാൽ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ മാത്രം സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടോ? നമ്മൾ വീട്ടിലേക്ക് സാധനം വാങ്ങിച്ചാൽ സാധാരണ ഷോപ്പിൽ പോയി വാങ്ങിച്ചാൽ എന്തെങ്കിലും കിട്ടാറുണ്ടോ? ഒന്നും കിട്ടാറില്ല. പക്ഷേ വെസ്റ്റേജിലൂടെ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ നോർമൽ വിലയിൽ കിട്ടുന്നുണ്ട്. അതോടൊപ്പം ഫ്രീ പ്രൊഡക്റ്റ് ഉണ്ട്. എല്ലാ മാസം 10-ാം തീയതി ചെറിയൊരു ക്യാഷ് ബാക്ക് ഉണ്ട്. സ്ഥിരമായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ 5-ാമത്തെ മാസം ഫ്രീ പ്രൊഡക്റ്റ് ഉണ്ട്. അത് വേറെ ഒരു കമ്പനിയിൽ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടാത്ത സാധനമാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഫസ്റ്റിലത്തെ ബെനിഫിറ്റ്. പക്ഷേ ഇതിനെ ഒരു ബിസിനസ് രൂപത്തിൽ എടുക്കണമെങ്കിൽ നമ്മൾ വരുമാനം ആഗ്രഹിക്കുന്ന ആൾക്കാരെ ഇതിലേക്ക് കണക്ട് ചെയ്യുക. നല്ല പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ കൺസ്യൂമറായിട്ട് ലോയൽ കസ്റ്റമറായിട്ട് കൂടെ നിർത്തുക. അപ്പോൾ വരുമാനം ആഗ്രഹിക്കുന്ന ആൾക്കാർ, ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റാണ് നമ്മളൊരു ഇതിലേക്ക് ഉൾപ്പെടുത്താൻ പോകുന്നത്. 100 വ്യക്തികളെങ്കിലും നമ്മുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇതിൽ പഴയ ആൾക്കാരൊക്കെ ഇപ്പോൾ ഇത് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പല ആൾക്കാരും സാറേ ഞാൻ ചെയ്യുന്നുണ്ട്, സീരിയസ് ആണെന്ന് പറഞ്ഞിട്ട് പല കാര്യങ്ങൾ ബിസി ആയിരിക്കും. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന കാര്യം സിസ്റ്റമാറ്റിക്കായിട്ട് എല്ലാ ദിവസവും ചെയ്താൽ മാത്രമേ അത് റിസൾട്ട് ഉണ്ടാവുള്ളൂ. അല്ല, ഇവിടെ ഇപ്പോൾ ആരെയും ഞാൻ വിളിക്കുക, ക്യാമറ ഓണാക്കിയാൽ കതർച്ചാൻ വിളിക്കുക എന്നെ മാത്രം വിളിക്കുന്നിരിക്കും. റഹ്മത്തിനെ വിളിക്കാം. റഹ്മത്ത് ഇപ്പോൾ ഈ ബിസിനസ് ഒരു ജോലി കിട്ടിയാൽ, സാധാരണ ഒരു ജോലി കിട്ടിയാൽ എന്താ ചെയ്യുക? ഒരു സ്ഥാപനത്തിൽ ജോലി കിട്ടി, 15,000 മാസ ശമ്പളം പറഞ്ഞാൽ 10,000 മാസ ശമ്പളം പറഞ്ഞു. 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ ഞായറാഴ്ച ദിവസം മാത്രം ലീവാണ്. 1-ാം തീയതി രാവിലെ ജോലിക്ക് പോകുന്നു, അവിടെ ജോലി കഴിഞ്ഞ് വൈകുന്നേരം വന്നിട്ട് അവിടെ പറയാണ് ഞാനിനി 30-ാം തീയതി വരാം, ശമ്പളം വാങ്ങിക്കാൻ വരാമെന്ന് പറഞ്ഞാൽ ശമ്പളം കിട്ടും തോന്നുന്നുണ്ടോ? അല്ല, അവിടെ ജോലിക്ക് വെക്കും തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും തരില്ല. നമ്മൾ ഈ 25 ദിവസം ഞായറാഴ്ചത്തെ ലീവ് കഴിച്ച് ബാക്കിയുള്ള എല്ലാ ദിവസവും ജോലിക്ക് പോയാൽ മാത്രമേ, അത് വൈകുന്നേരം വരെ ജോലി ചെയ്താൽ മാത്രമേ നമുക്ക് ശമ്പളം തരുള്ളൂ. അത് നമുക്കറിയാം. അതില്ലെങ്കിൽ നമ്മുടെ ജോലി നഷ്ടപ്പെടും, അല്ലെങ്കിൽ നമുക്ക് ശമ്പളം കിട്ടില്ല. പക്ഷേ ഈ ഒരു ബിസിനസ്സിൽ വരുന്ന സമയത്ത് നമ്മൾ ആരും അങ്ങനെ ചെയ്യില്ല. കാരണം ഇതിലൂടെ ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കാൻ സാധിക്കും നമുക്കറിയാം. പക്ഷേ അതിനുവേണ്ടി നമ്മളൊന്നും ചെയ്യാൻ തയ്യാറാവാറില്ല. പക്ഷേ ഇവിടെ നമ്മൾക്ക് വിജയിക്കാൻ, നമുക്ക് ടേൺ ഓവർ വർദ്ധിക്കാൻ, നമ്മളുടെ ബിസിനസ് വോളിയം വർദ്ധിക്കാൻ നമുക്ക് കുറച്ച് ആൾക്കാരുടെ കുറച്ച് കസ്റ്റമറിൻ്റെ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആവശ്യമുണ്ട്. കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നടന്ന് വീടുകൾ തോറി സെയിൽ ചെയ്യുന്ന കസ്റ്റമറല്ല. നിങ്ങളുടെ പരിചയത്തിലുള്ള നല്ല പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ഉണ്ടാവും. നിങ്ങളെ സഹായിക്കണം എന്ന് ആഗ്രഹിക്കുന്ന, നിങ്ങളെ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ബന്ധക്കാരുണ്ടാവും. എല്ലാ ബന്ധക്കാരും നമ്മളെ ചോദിക്കുന്നില്ല, എടാ ജോലിയൊന്നും ആയില്ലേ, നീ ഒന്ന് പോയി കറങ്ങി നടക്കുകയാണ്. ഇങ്ങനെ കുറേ ആൾക്കാർ നമ്മളെ കളിയാക്കാൻ, നിരുത്സാഹപ്പെടുത്താനും കാണും. പക്ഷേ ഒരു വരുമാനം വാങ്ങിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിന് ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്യാനോ ചിലപ്പോൾ ആരും ഉണ്ടായെന്ന് വരില്ല. നമ്മൾ അങ്ങനെ ആരെങ്കിലും കളിയാക്കുന്ന, നിരുത്സാഹപ്പെടുന്ന ആൾക്കാരോട് ചോദിക്കുക, ഞാനൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്, ഇന്നൊരു കമ്പനിയുടെ ബിസിനസ്സായി ചെയ്യുന്നത്, അതിൻ്റെ പ്രൊഡക്റ്റാണ്, ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച് നോക്കാൻ ഒന്ന് പറഞ്ഞു നോക്കുകയാണെങ്കിൽ നമുക്കൊരു 5-6 അല്ലെങ്കിൽ 10 ലോയൽ കസ്റ്റമറൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നതോടൊപ്പം ആ 10 ലോയൽ കസ്റ്റമർക്കുള്ള പ്രൊഡക്റ്റ് കൊടുക്കാൻ സാധിക്കുന്നുണ്ടാവും. നമ്മുടെ ലിസ്റ്റിലേക്ക് ഇങ്ങനെയുള്ള കസ്റ്റമറുടെ ലിസ്റ്റ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ വരുമാനം ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റും നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. അത് നിങ്ങൾ ഒരു 100 പേരുടെ ലിസ്റ്റ് എഴുതുന്ന സമയത്ത് നമുക്കൊരു ഫ്രണ്ട്സ്, ഈ ഒരു FRIENDS ഫ്രണ്ട്സ്, ഈ ഒരു കാറ്റഗറി വൈസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമ്മളെ ഒന്നിച്ച് പഠിച്ച ഫ്രണ്ട്സ് ഉണ്ടാവും, തൊട്ടടുത്തുള്ള ഫ്രണ്ട്സ് ഉണ്ടാവും. ഈ ഫ്രണ്ട്സിൻ്റെ ഒക്കെ പേര് നമുക്ക് അവിടെ എഴുതി വെക്കാൻ സാധിക്കുന്നുണ്ടാവും. അതുപോലെ റിലേറ്റീവ്സ് ഉണ്ടാവും. റിലേറ്റീവ്സ് നമ്മളെ സ്വന്തക്കാരുണ്ടാവും. ചിലപ്പോൾ കല്യാണം കഴിച്ച ആളാണെങ്കിൽ അവരുടെ വൈഫിൻ്റെ കുടുംബക്കാരുണ്ടാവും, നമ്മുടെ സഹോദരിയുടെ കുടുംബക്കാരുണ്ടാവും, ബ്രദറിൻ്റെ കുടുംബക്കാർ. ഇവരൊക്കെ നമുക്ക് ഈ ബിസിനസ്സിലേക്ക് വേണമെങ്കിൽ നമുക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നുണ്ടാവും. ആരെയും നമുക്ക് ഈ ബിസിനസ് കൊടുക്കാതിരിക്കേണ്ട. കാരണം എല്ലാ ആൾക്കാർക്കും ഇപ്പം വരുമാനം ആഗ്രഹമുണ്ട്, എക്സ്ട്രാ വരുമാനം ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലിസ്റ്റ് എപ്പോഴും ഒരു 100 പേരുടെ ലിസ്റ്റുള്ള ഒരു ബുക്ക്, ഡയറി നിങ്ങളിൽ ഉണ്ടാവണം. അത് എല്ലാ ദിവസവും നിങ്ങളുടെ ഒരു ജോലി പോലെ, ഒരു ഡ്യൂട്ടി പോലെ
നിങ്ങൾക്ക് എല്ലാ ദിവസവും ഈ പ്രസൻറ്റേഷൻ കൊടുക്കാൻ, ഈ പ്ലാൻ പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാനുള്ള ആൾക്കാരുടെ ലിസ്റ്റ് എല്ലാ ദിവസവും 100 മെയിൻറ്റെയിൻ ചെയ്യുക. അതേപോലെ അതിലുള്ള കുറച്ച് ആൾക്കാരെ ഡെയിലി ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യാൻ. നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ പേരും ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മൾ ഒന്നിച്ച് പഠിച്ച ആൾക്കാരെ നമുക്ക് അറിയാൻ സാധിക്കും, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ള ആൾക്കാരെ നമുക്ക് അറിയാൻ സാധിക്കും. അവരുടെയൊക്കെ പേര് നമ്മളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മളുടെ ബിസിനസ്സിലേക്ക് ആൾക്കാരെ കണക്ട് ചെയ്യാൻ, വരുമാനം ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ നമ്പർ കൂടിക്കൊണ്ടിരിക്കും. ഇവരൊക്കെ എല്ലാ ദിവസവും നിങ്ങൾ ഇതിൽ കുറച്ച് ആൾക്കാരുടെ ലിസ്റ്റ് എടുത്തിട്ട് പ്രയോറിറ്റി ചെയ്തിട്ട് ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്താൽ മതി. ഈ ഫ്രണ്ട്സിൻ്റെ ഓരോ ലെറ്റേഴ്സ് ഞാൻ പറഞ്ഞിട്ട് FRIE ഈ കോൺടാക്ട്സ്, നമ്മളെ മൊബൈൽ കോൺടാക്ട്സിൽ ആൾക്കാരുണ്ടാവും. ഇവരൊക്കെ ഒരുപാട് കോൺടാക്ട്സിൽ നമ്മൾ ആൾക്കാരെ കാണാൻ സാധിക്കില്ല. അവരൊക്കെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ സാധിക്കുന്നുണ്ടാവും. നെയ്ബേഴ്സ്, N for നെയ്ബേഴ്സ്, നമ്മുടെ അയൽവക്കക്കാരെ, അല്ലെങ്കിൽ നമ്മുടെ വൈഫിൻ്റെ അയൽവക്കക്കാരെ, അല്ലെങ്കിൽ സിസ്റ്ററിൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ അയൽവക്കാരൊക്കെ നമുക്ക് പരിചയക്കാരുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ എവിടെയായാലും നമ്മുടെ പരിചയത്തിലോ ബന്ധത്തിലുള്ള ആൾക്കാർ, അയൽവക്കക്കാരൊക്കെ നമുക്ക് ഇത് ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. ഇവർക്കൊക്കെ ഈ ഓപ്പർച്യൂണിറ്റി നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ അടുത്ത വർഷങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. അതുപോലെ ഡി ഫോറിന് ഡോക്ടേഴ്സ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ബുക്കിലൊക്കെ, പണ്ടത്തൊക്കെ മൊബൈലിൻ്റെ ഒരു ബുക്കിൽ നമ്മൾ ആൾക്കാരുടെ നമ്പർ എഴുതി വെക്കാറുണ്ട്. ആ ഡിക്ഷണറി ഉണ്ടാവും. അതിലൊക്കെ നമുക്ക് നോക്കിയിട്ട് ഇതിൽ ആൾക്കാർ ലിസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഞാൻ ഒരു ദിവസം 70-75 പേരുടെ ലിസ്റ്റ് എഴുതി വെക്കാൻ, നമ്പർ എഴുതി വെക്കാൻ കേട്ടോ. ഇത് വെറുതെ പറയുന്നതല്ല, ഞാൻ കാണിച്ചു തരാം. 70 പേരുടെ ലിസ്റ്റൊക്കെ ഞാൻ ഒരു ദിവസം എഴുതി വെക്കും. 70 പേരെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. എല്ലാവരും ഒന്നും ബിസിനസ് വരുമെന്നില്ല. എന്താ ഇത് കാണുന്നുണ്ടോ എനിക്കറിയില്ല. അതാ ഞാൻ എല്ലാ ദിവസവും ഇതുപോലെ 70 ആൾക്കാർ 80 ആൾക്കാർ പേര് എഴുതി വെച്ചിട്ട് അതിൽ സമയം കിട്ടുമ്പോൾ കുറച്ച് ആൾക്കാരെ ഈ ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യും. ആവശ്യക്കാർ വരും. അതേപോലെ സ്ട്രേഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിലുള്ള എല്ലാവരും എൻ്റെ സ്ട്രേഞ്ചേഴ്സാണ്. എനിക്ക് വിനോദ് സാറിനെ മാത്രമേ ഈ ബിസിനസ്സിൽ പരിചയമുള്ളൂ, വേറെ ആരും എനിക്ക് പരിചയമില്ല. അതുപോലെ എന്നെ ഈ ബിസിനസ്സിൽ പരിചയപ്പെടുത്തിയ വ്യക്തി, ഇതിലേക്ക് കണക്ട് ചെയ്ത വ്യക്തിനെ എനിക്ക് പരിചയമില്ല. എൻ്റെ ഒരു മിസ് കോളിലൂടെ അറിയാതെ ഒരു കോള് പോയപ്പോൾ എൻ്റെ നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു ബിസിനസ് അവസരം എനിക്ക് ഷെയർ ചെയ്തതാണ്. ഞാൻ വേറൊരു ആവശ്യത്തിന് കോൾ ചെയ്തപ്പോൾ ആൾ മാറിപ്പോയി. അവരെൻ്റെ നമ്പർ സേവ് ചെയ്ത് വെച്ചു. എന്നോട് പറഞ്ഞു ഒന്ന് കാണണം, നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യം എൻ്റെ എനിക്ക് ചെയ്യാൻ പറ്റും, ഞാൻ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. എൻ്റെ വീട്ടിൽ വന്നു. ഈ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ഷെയർ ചെയ്ത സമയത്ത് ഒരു താല്പര്യമില്ലാതെ കേട്ട ആളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ സ്ട്രേഞ്ചറാണ് ഞാൻ. പക്ഷേ ഇന്ന് ലൈഫായിട്ട് ഈ ബിസിനസ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ഒരാളെ പോലും, ഒരു സ്ട്രേഞ്ചേഴ്സിനെ പോലും, വഴിയിൽ വെച്ച് കാണുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വെച്ച് കാണുന്ന ആൾക്കാരെ, ട്രെയിനിൽ വെച്ച് കാണുന്ന ആൾക്കാരെ, അവരെ പരിചയപ്പെടാനും അവരുടെ നമ്പർ വാങ്ങിക്കാനും അത് എഴുതി വെക്കാൻ, നോട്ട് ചെയ്ത് വെക്കാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ, നിങ്ങളുടെ ലിസ്റ്റിൽ ഈ ഇത്രയും ആൾക്കാരുടെ പേര് എഴുതി വെക്കാൻ സാധിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് ഈസി ആയിട്ട് സക്സസ്സിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ടോ? ഇതൊന്നും ചെയ്യാതെ, ഒരു ആക്ടിവിറ്റിയും ചെയ്യാതെ, മീറ്റിങ്ങിൽ കയറുമ്പോൾ ആ ഒരു എനർജി കാരണം വഴിയിൽ വെച്ച് ഒരാളെ കാണുമ്പോൾ പെട്ടെന്ന് ഒരാളുടെ മാത്രം ഒരു ബിസിനസ്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം നെഗറ്റീവ് പഠിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരു മാസത്തേക്ക് ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. പല ആൾക്കാരും ചെയ്യുന്നത് അങ്ങനെയാണ്. ഒരാളോട് പറയുന്നു, അദ്ദേഹം നെഗറ്റീവ് അടിക്കുന്നു, അദ്ദേഹം നിരുത്സാഹപ്പെടുത്തുന്നു, പിന്നെ അതിന് ഒരു മാസത്തേക്ക് ഒന്നും ചെയ്യില്ല. നമ്മൾ ഏറ്റവും ആദ്യം ഈ ഒരു പ്ലാൻ കേൾക്കുന്ന സമയത്ത് തന്നെ ഒരു 5-6 വ്യക്തികളുടെ ബിസിനസ് പ്ലാൻ പറയണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഒന്ന് അളിയൻ്റെ പേര്, ഒന്ന് അച്ഛമ്മേൻ്റെ പേര്, അല്ലെങ്കിൽ അനിയൻ്റെ ഏട്ടൻ്റെ പേര്, അപ്പുറത്തെ വീട്ടിലെ 2 ചങ്ങായിമാരുടെ പേരാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടോ. അങ്ങനെ ആരും നമ്മൾ കൂടെ നിൽക്കുന്ന നമ്മളെ ബന്ധത്തിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നല്ല ചങ്ക് ഫ്രണ്ട്സ് ഒന്നും ആദ്യം ഈ ബിസിനസ്സിലേക്ക് വരില്ല. അവർ നമ്മളെ കളിയാക്കലും നിരുത്സാഹപ്പെടുത്തലും മാത്രമേ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് ലാസ്റ്റ് ചേർത്താലും കുഴപ്പമില്ല. ഒരു 30, ഇപ്പം നമ്മളൊരു 100 പേരുടെ ലിസ്റ്റ് എഴുതി കഴിഞ്ഞാൽ അതിലൊരു 30 പേരുടെയെങ്കിലും പ്രയോറിറ്റീസ് ചെയ്യാം. പ്രയോറിറ്റി ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഞാൻ ആ പ്രയോറിറ്റി ചെയ്യുന്ന ഏത് ലെവലാണെന്ന് കാണിച്ചു തരാം. ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. നിങ്ങൾ പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവില്ലേ, ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. എന്തിനെങ്കിലും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. ഒരു ബിസിനസ് ചെയ്യും, അത് പരാജയപ്പെട്ട് കഴിഞ്ഞിട്ട് അടുത്തേക്ക് പോകുന്നുണ്ടാവും, അതും പരാജയപ്പെടും. ഇങ്ങനെ പലതും എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളെ നിങ്ങൾ പരിചയത്തിലുണ്ടാവും. അവരുടെയൊക്കെ ലിസ്റ്റ് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം ഇനിയെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ മുന്നേ ചെയ്ത് പരാജയപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ, അവർക്ക് ഈ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാൻ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം. അതുപോലെ ഇപ്പോൾ ഒരു ഫാമിലി, നമുക്കറിയുന്ന ഒരുപാട് ഫാമിലി ഉണ്ടാവും. ഒരാൾ മാത്രം ജോലി ചെയ്യുന്നുണ്ടാവും, വൈഫ് വീട്ടമ്മയായിരിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ വരുമാനം കൊണ്ട് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വീട്ടിലേക്ക് ചിലവ് ചിലപ്പോൾ തട്ടിമുട്ടിയൊക്കെ പോകുന്ന ലൈഫിലുള്ള ഫാമിലി ആയിരിക്കും. കിട്ടുന്ന ശമ്പളം അതായത് ഓരോ കാര്യങ്ങൾ നടന്നു പോകുന്നു. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ലൈഫിൽ, സ്ട്രഗിൾ ലൈഫിലാണെങ്കിൽ ആ ഒരു ഫാമിലിക്ക് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി പറയാൻ സാധിക്കണം. ഹസ്ബൻഡ് വൈഫ് ഒരുമിച്ച് നിന്നുകൊണ്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാൻ ശ്രമിക്കണം. വൈഫിനോട് മാത്രമാണ് ഇത് പറയുന്നതെങ്കിൽ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്ന് ഹസ്ബൻഡ് നെഗറ്റീവ് പഠിപ്പിക്കും. അവരതിലേക്ക് പിന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ പോലും വിളിച്ചാൽ പോലും ഫോൺ എടുക്കില്ല. പറ്റുവാണെങ്കിൽ ഹസ്ബൻഡ് വൈഫിനെ ഒരുമിച്ച് ഇരുത്തിക്കൊണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുകയാണെങ്കിൽ അവരുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവും. പിന്നെ നമ്മൾക്ക് ഒരുപാട് ഫാമിലി ഫ്രണ്ട്സ് ഉണ്ടാവില്ല. ഞായറാഴ്ച ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും വിരുന്നൊക്കെ പോകുന്ന, ഒന്ന് അങ്ങോട്ട് പോയി വിരുന്ന് പോകും, അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് വന്ന് പിന്നെ അവർ ഇങ്ങോട്ട് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെ ഒരുപാട് ഫാമിലി ഫ്രണ്ട്സ് ഉണ്ടാവും. കറങ്ങാൻ ഊട്ടിയിലും കൊടൈക്കനാലൊക്കെ കറങ്ങാൻ പോകുന്ന ഒരു വണ്ടിയൊക്കെ പിടിച്ച് നമ്മൾ ഒരു ഫാമിലി ഫ്രണ്ട്സായിട്ട് പോകുന്നുണ്ടല്ലേ.
ആ ഫ്രണ്ട്സിനോടൊക്കെ പറയുമ്പോൾ കുറച്ച് നെഗറ്റീവ് ഒക്കെ വരുവാണെങ്കിൽ പോലും നമ്മൾ പറയുന്ന ചങ്ക് ഫ്രണ്ട്സ് ഉണ്ടാവും, നമ്മൾ പറഞ്ഞാൽ എന്തും വിശ്വസിച്ച് ചെയ്യുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും. അവരൊക്കെ നമുക്ക് പ്രയോറിറ്റി ലിസ്റ്റ് കൊടുക്കാൻ സാധിക്കുന്നുണ്ടാവും. ചില ഫ്രണ്ട്സ് ഉണ്ടാവും എല്ലാത്തിനും ഒപ്പം ഉണ്ടാവും, പക്ഷേ നമ്മൾ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ആ സമയത്ത് ഒഴിഞ്ഞു മാറുന്ന ഫ്രണ്ട്സ് ഉണ്ടാവും, അവരെ കുറച്ച് ലാസ്റ്റ് കൊടുത്താൽ മതി. പക്ഷേ നമ്മൾ പറയുന്ന എല്ലാ കാര്യം വിശ്വസിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും, അവരെ നമുക്ക് പ്രയോറിറ്റി ലിസ്റ്റിൽ പെടുത്താൻ സാധിക്കുന്നുണ്ടാവും. അതുപോലെ മോസ്റ്റ് സക്സസ്ഫുൾ പീപ്പിൾ പറഞ്ഞാൽ മനസ്സിലാക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും അല്ലേ. ഒരു ബിസിനസ് നമ്മളൊരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ കൊള്ളാം, കുഴപ്പമില്ല, നമുക്ക് നോക്കിയേക്കാം, ഞാനുണ്ട്, എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ഇങ്ങനെയുള്ള ടൈപ്പ് കുറേ കാറ്റഗറി ആൾക്കാരുണ്ടാവും. അവരൊക്കെ ആദ്യമേ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നമുക്കറിയാലോ നമ്മുടെ ഫ്രണ്ട്സിലെ ആൾക്കാരെ റിലേറ്റീവ്സ് ആയാലും ആളുടെ സ്വഭാവം കണ്ടാൽ നമുക്ക് ഏകദേശം അറിയാം. എന്ത് പറഞ്ഞാലും നെഗറ്റീവ് മാത്രം, അല്ലെങ്കിൽ എന്ത് സംസാരിക്കുമ്പം കുറ്റങ്ങൾ മാത്രം പറഞ്ഞ കുറേ ആൾക്കാരുണ്ടാവും. അവരൊക്കെ പ്രയോറിറ്റി ഉൾപ്പെടുത്തണമെന്നല്ല, പ്രയോറിറ്റൈസ് ചെയ്യാതിരിക്കും, ലാസ്റ്റ് കൊണ്ടുവരും. കാരണം ഫസ്റ്റ് തന്നെ നമ്മൾ പോയി ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷനാണ്. ഫസ്റ്റ് തന്നെ പോയി ഒരു നെഗറ്റീവ് കേൾക്കുന്നു, പിന്നെയും നെഗറ്റീവ് കേൾക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇത് വേണ്ടെന്ന് വെച്ചു. അതുകൊണ്ടാണ് ആദ്യം 30 ലിസ്റ്റ് പ്രയോറിറ്റി ചെയ്യാൻ പറഞ്ഞത്. 30 പേരോടെങ്കിലും നമ്മൾ പറയുമ്പം നമുക്ക് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ എളുപ്പമായിരിക്കും, ഇത്രയും പ്രയോറിറ്റി ചെയ്ത 30 പേര്. അതോടൊപ്പം തന്നെ യുവർ സെയിം ലെവൽ അല്ലെങ്കിൽ അബോവ് ലെവൽ, നമ്മളെ ഏകദേശം നമ്മളെ ലെവലിലുള്ള ആൾക്കാർ, നമ്മളെ ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ തടിയുള്ള ആൾക്കാർ, നമ്മളെപ്പോലെ സൗന്ദര്യമോ നമ്മളെപ്പോലെ വിദ്യാഭ്യാസമല്ല, അറ്റ്ലീസ്റ്റ് നമ്മളെപ്പോലെ ചിന്തിക്കുന്ന ഒരു വ്യക്തി, എന്തെങ്കിലും ചെയ്യണം, രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ലെവലുണ്ട്. എന്ത് പറഞ്ഞാലും കട്ട നെഗറ്റീവ്, ഓ എന്തിന്, ഇതൊന്നും വേണ്ട, ഇത്ര വരെ ജീവിച്ചില്ലേ, ഇതൊക്കെ മതി എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന കുറേ ആൾക്കാർ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ടാവും. അവരോടൊക്കെ തൽക്കാലം ആദ്യം പറയാതിരിക്കുക. പക്ഷേ നമ്മളോടൊപ്പം നിൽക്കുന്ന നമ്മളെ പോലെ അല്ലെങ്കിൽ നമ്മളെ കുറച്ച് മുന്തിയ ടീമിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരേക്ക് ഇതിലേക്ക് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് വിജയിക്കണം എന്ന് ആഗ്രഹമുണ്ടാവും. കുറച്ച് പൈസയുള്ള ആൾക്കാർ, ചില ആൾക്കാർ കാണുന്നുണ്ടാവും ഇവനൊക്കെ ഇഷ്ടംപോലെ പൈസ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അവൻ വരാൻ സാധ്യതയില്ല, നമ്മളെ കളിയാക്കുമായിരിക്കും, അവനൊക്കെ ഒരുപാട് വരുമാനം, വീട്ടിൽ വണ്ടിയുണ്ട്, വലിയ വീടാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്കാണ് ഏറ്റവും കൂടുതൽ പൈസ ആവശ്യമുണ്ടാവുക. പൈസ ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ പൈസയോട് താല്പര്യം ഉണ്ടാവും. പക്ഷേ നമ്മളെല്ലാവരും ആദ്യം ചിന്തിക്കുന്നത് ഇന്നൊരാൾക്ക് അയാൾക്ക് തീരെ ബുദ്ധിമുട്ടാണ്, പൈസ ഇല്ല, കഷ്ടപ്പാടാണ്, അവർക്ക് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്ത് രക്ഷപ്പെടാൻ നമ്മൾ ചിലപ്പോൾ അവരെ പിറകെയായിരിക്കും നിങ്ങൾ ആദ്യം പോകുന്നുണ്ടാവും. പക്ഷേ അവർക്ക് വേണ്ടി വരും. പക്ഷേ ഇതിലേക്ക് വന്നാലോ വീട്ടിലേക്ക് സോപ്പ് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ ബിസിനസ് വേണ്ടാന്ന് വെച്ച് പോകുന്നുണ്ടാവും. അവർക്കും ബിസിനസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു സോപ്പ് പോലും വാങ്ങിക്കാൻ കപ്പാസിറ്റി ഇല്ലാത്തവർക്കും ഇതിൽ വിജയിച്ച് വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. യൂസ് മാൻ മെത്തേഡ്, MAN, മാൻ. മാൻ എന്ന് പറഞ്ഞാൽ ഒന്ന് മണി, അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിക്കാൻ പൈസയുള്ളൊരു വ്യക്തി. ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ, 18 വയസ്സുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവരെ ഈ ബിസിനസ് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു അവസരമാണ്. പക്ഷേ അവർക്ക് സാധനം വാങ്ങിക്കാൻ ചിലപ്പോൾ വീട്ടിൽ ചോദിക്കേണ്ടി വരും. വീട്ടിൽ ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും എന്താ പറയുക, നീ ഇപ്പോൾ പഠിക്കുന്ന കാര്യം മാത്രം നോക്കിയാൽ മതി, വേറൊരു കാര്യത്തിന് പോകണ്ട, സാധനം ഒന്നും വാങ്ങിക്കാൻ നിൽക്കണ്ട, ഇങ്ങനത്തെ ഒരുപാട് പരിപാടി ഉണ്ടെന്ന് വെച്ചാൽ അവനെ നിരുത്സാഹപ്പെടുത്തും. അപ്പോൾ അവൻ്റെ പിറകെ പോയി നിങ്ങളുടെ സമയം ആദ്യം കുറച്ച് കളയാതിരിക്കുക. അവരെ വേണം പിന്നീട് വിളിച്ചാൽ മതി. അതുപോലെ MAN, അതോറിറ്റി. നമ്മളിപ്പോൾ ഒരാൾക്കൊരു പ്ലാനൊക്കെ കൊടുത്തു, അയാൾക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട്, എന്നാൽ ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചോക്കട്ടോ, സാധനം വാങ്ങിക്കാൻ പൈസ തരുമോ അറിയില്ല, ഒന്ന് ചോദിച്ചോക്കട്ടെന്ന് പറഞ്ഞാൽ പിന്നെ ആ ഹസ്ബൻഡ് നോ പറയും, ഇവർ നമ്മളെ വിളിച്ചപ്പോൾ റിപ്ലൈ തരില്ല. അത്യാവശ്യം നമ്മളുടെ വീട്ടിലേക്ക് സാധനം വാങ്ങിക്കാനുള്ള ഒരു പെർമിഷൻ കിട്ടുന്ന ഒരാൾക്ക്, അല്ല ഇപ്പോൾ ആരുടെ പെർമിഷൻ വേണ്ട, നമ്മുടെ വീട്ടിലേക്ക് സോപ്പും പേസ്റ്റും വാങ്ങിക്കാൻ എനിക്ക് അധികാരമുണ്ട് എന്ന് തോന്നുന്ന ആൾക്കാരെ കുറച്ച് പ്രയോറിറ്റീസ് ചെയ്യാം. N ഫോർ നീഡ്, ആവശ്യക്കാരെ, ആവശ്യം വരുമാനം ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ടാവും, അവരെയും നമ്മൾ പ്രയോറിറ്റി ലിസ്റ്റ് ഉൾപ്പെടുത്തുക. ഇത് എന്തിനാണ് ഞാൻ ഈ ഒരു സെഷൻ ഇന്ന് ചെയ്യുന്നത് വെച്ചാൽ, ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർക്ക് മുന്നോട്ട് പോകാൻ എത്രയും പെട്ടെന്ന് ഒരു ലിസ്റ്റ് ബിൽഡ് ചെയ്തുകൊണ്ട് നല്ലൊരു വരുമാനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോഴേ പറഞ്ഞത്. അല്ലെങ്കിൽ ആൾക്കാർ എന്താ വെച്ചാൽ എവിടെ നിന്നോ വല്ലപ്പോഴും ആൾക്കാരെ എവിടെയെങ്കിലും ഒരു ദിവസം ഒരാളോട് പറഞ്ഞ് പിന്നെ മാറി നിൽക്കുന്നുണ്ടാവും. അതല്ലാതെ നിങ്ങളൊരു ആക്ഷൻ പാർട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഈ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് ചിലപ്പോൾ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് കൊടുത്തിട്ടുണ്ടോ, നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ചിലപ്പോൾ ലോയൽ കസ്റ്റമർ ആക്കിയ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മൾ ഇതിൽ തന്നെ ഒരാളുടെ സിസ്റ്ററിന് ഈ പ്രൊഡക്റ്റ് കൊടുത്തപ്പോൾ വളരെ നല്ല റിസൾട്ട് തോന്നി, ഇഷ്ടം തോന്നി. അവർ അതുവഴി മറ്റുള്ള അവരുടെ ഫ്രണ്ട്സിനോട് റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങി, റെഫർ ചെയ്യാൻ തുടങ്ങി. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച ആൾക്ക് ചിലപ്പോൾ നല്ല പൈസക്കാരനായിരിക്കും, അയാൾ വേറെ ബിസിനസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടാവില്ല. പക്ഷേ അദ്ദേഹത്തിന് നമ്മുടെ പ്രൊഡക്റ്റ് നല്ല ഇഷ്ടപ്പെട്ടു, വളരെ നല്ല റിസൾട്ട് ഉണ്ടെന്ന് എന്നും പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് പറയാം, നിങ്ങൾക്ക് ഈ ഒരു അവസരം വേറെ ആൾക്ക് കൊടുത്തൂടെ, അവർക്കൊരു വരുമാനം ഉണ്ടാക്കാൻ ഒരു ചാൻസ് അല്ലേ. ആ ഒരു രീതി കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാവും, ഓക്കെ അവർക്കൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുവാണെങ്കിൽ ഞാൻ തീർച്ചയായും ചെയ്യാമെന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് അവരുടെ ഫ്രണ്ട്സിനോട് പറയാൻ സാധിക്കും, ഇന്ന് നല്ലൊരു കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉണ്ട്, അതൊന്ന് റെഫർ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. ഒരു വ്യക്തി വഴി റെഫറൽ ടു റെഫറൽ വേറെ വ്യക്തി നമുക്ക് ഈ ബിസിനസ്സിന് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. ഇങ്ങനെ പല മെത്തേഡും നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മുടെ ലിസ്റ്റ് 100 പേരുടെ ലിസ്റ്റ് നമ്മൾ എഴുതി വെച്ച ലിസ്റ്റിൻ്റെ അകത്ത് ഒരു 5-10 ആൾക്കാരെ നമ്മുടെ പ്ലാനിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. ആ വ്യക്തി ചിലപ്പോൾ 2-3 ആൾക്കാർ പ്ലാൻ കേട്ടു, ചില ആൾക്കാർ റിജക്ഷൻ ചെയ്ത് നോ പറഞ്ഞു പോയി. അപ്പോൾ നമ്മുടെ 100 ലിസ്റ്റ് കുറയുന്നുണ്ടാവും അല്ലേ. 10 പേര് പ്ലാൻ കേട്ടാൽ 90 ആയി മാറുന്നുണ്ടാവും. ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കണം. എല്ലാ ദിവസവും
രണ്ടുപേരെ പുതിയ പുതിയ വ്യക്തികൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോഴായിരിക്കും പുതിയ ആൾക്കാർ ഓർമ്മ വരും അല്ലേ. ചിലപ്പോൾ യാദൃശ്ചികമായിട്ട് ചിലപ്പോൾ വേറൊരു കോള് വരുന്നുണ്ടാവും, അവനെ അപ്പോൾ അന്നേരമായിരിക്കും ചിലപ്പോൾ അവൻ്റെ പേരൊക്കെ നമുക്ക് ഓർമ്മ വരുന്നുണ്ടാവും. അവരൊക്കെ നമ്മൾ ലിസ്റ്റിൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളെ 100ൻ്റെ ലിസ്റ്റ് എപ്പോഴും അവിടെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് നമ്മളെ മെയിൻ സ്റ്റെപ്പ്. നമ്മുടെ ലിസ്റ്റിലുള്ള ആൾക്കാരുടെ എണ്ണം എപ്പോഴും അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കണം. കാരണം ഇതാണ് നമ്മുടെ പെട്രോൾ. നമ്മൾ വണ്ടി ഓടണമെങ്കിൽ ഈ ലിസ്റ്റിൽ ആൾക്കാർ എന്നും വേണം. അല്ലെങ്കിൽ സാറേ എൻ്റെ ലിസ്റ്റൊക്കെ കഴിഞ്ഞു, എല്ലാ ആൾക്കാരും അളിയനും അച്ഛമ്മേനെയൊക്കെ വിളിച്ചു, ഫുൾ കളിയാക്കലാണ്. പിന്നെ കൂട്ടുകാരെ വിളിച്ചപ്പോൾ അവർ അടുപ്പിക്കുന്നില്ല, ഇപ്പോൾ ഫോൺ പോലും എടുക്കുന്നില്ല, അതുകൊണ്ട് എന്നെ കൊണ്ട് ഈ സംഭവം മുന്നോട്ട് പോകാൻ പറ്റും തോന്നുന്നില്ല എന്ന് പറഞ്ഞ് പല ആൾക്കാരും മാറാറുണ്ട്. ചില ആൾക്കാർ എന്താ വെച്ചാൽ സാധനം വാങ്ങിച്ചു, ഇഷ്ടപ്പെട്ടു, ഒരു 5-6 ആൾക്കാരുടെ ഈ ഓപ്പർച്യൂണിറ്റി പറയും, അവർ കളിയാക്കി. പിന്നെ നിങ്ങൾ ഈ ജോയിൻ ചെയ്യിപ്പിച്ച വ്യക്തി വിളിക്കുന്ന സമയത്ത് മെസ്സേജ് നോക്കില്ല, മീറ്റിംഗ് കയറാൻ പറയുമ്പോൾ റിസൾട്ട് ഇല്ലല്ലോ, അപ്പോൾ ഇനി മീറ്റിംഗ് കയറിയിട്ട് കാര്യമില്ല എന്ന് വെച്ചിട്ട് മീറ്റിങ്ങിലും കയറില്ല. നമ്മൾക്ക് ഒരു റിസൾട്ട് ഇല്ലെങ്കിൽ പോലും, 1 വർഷം വരെ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു റിസൾട്ട് വന്നിട്ടില്ലെങ്കിൽ പോലും ദയവ് ചെയ്ത് നിങ്ങൾ ബിസിനസ് കളയാതിരിക്കുക. നിങ്ങൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. എല്ലാ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം റിസൾട്ട് അവിടെയല്ല വരിക. നിങ്ങൾ ഇതിൽ നിന്ന് പഠിക്കുന്ന ആ സിസ്റ്റവും കാര്യങ്ങളും പ്രൊഡക്റ്റിനെ കുറിച്ച് നോളജ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ അവിടെ ഗ്രോ ചെയ്തിട്ടുണ്ടാവും, അവിടെ നിങ്ങൾക്ക് റിസൾട്ട് വരുന്നുണ്ടാവും. 1 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ചിലപ്പോൾ ഒരു 2-3 വ്യക്തികൾ ജോയിൻ ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അന്ന് കാണുന്ന പുതിയ വ്യക്തികളെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തതിനകത്ത് ആ വ്യക്തി ജോയിൻ ചെയ്യുന്നുണ്ടാവും. പല ആൾക്കാരും പ്രശ്നം 1 വർഷമായി അല്ലെങ്കിൽ 6 മാസമായി ഞാൻ കൊണ്ടുവന്ന ആൾക്കാർ എൻ്റെ കൂടെ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ അവർ കളഞ്ഞിട്ട് പോയി. ഈ പറഞ്ഞ നമ്മുടെ ടീമിലൊക്കെ ഭീമാമയോടൊക്കെ 2 വർഷം കഴിഞ്ഞ് ബിസിനസ്സിൽ. പക്ഷേ ആദ്യമൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ ഇപ്പോൾ കാണാൻ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ റിസൾട്ട് വന്നത് കുറച്ച് അടുത്ത കാലമാണ്. ഈ 2024 സ്റ്റാർട്ടിങ്ങിലാണ് അടിപൊളിയായിട്ട് റിസൾട്ട് വന്നത്. അവർ പണിയെടുത്ത് ബിസിനസ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് പഠിച്ചെടുത്തപ്പോഴാണ് അവർക്ക് കൂടെ വന്നിരിക്കുന്ന ആൾക്കാരെ നിർത്താനും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും അത് അവർ റിലേഷൻ ബിൽഡ് ചെയ്യാനും ഓരോരോ കാര്യങ്ങൾ ഈ ബിസിനസ് പഠിച്ചെടുക്കുന്നത്. നമുക്ക് എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് ആൾക്കാർ ഇതിൽ പിടിച്ചു നിർത്താൻ സാധിക്കുന്നുണ്ടാവും. അപ്പോൾ ഇൻവിറ്റേഷൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ചിലപ്പോൾ ഒരാളെ വിളിക്കുകയായിരിക്കും ഫോണിലൂടെ. ഇപ്പോൾ റിയാസ് ഖാൻ വിളിക്കുകയാണ്, റിയാസ് ഖാൻ ഇപ്പോൾ സൗദിയിൽ നിന്നാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. പെട്ടെന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഒരു ഓർമ്മ വരും, ഇന്നത്തെ പ്ലാനിൽ ആരും കേട്ടണ്ടേ. അപ്പോൾ തന്നെ നമ്മുടെ ചങ്ങായിമാരങ്ങ് വിളിക്കും. പഴയ നല്ല ചങ്ക് ഫ്രണ്ട്സ് ഉണ്ടാവും, ഒരുമിച്ച് പഠിച്ചതോ അല്ല സിനിമയിലൊക്കെ കാണുമ്പോൾ ഒരുമിച്ച് പോകുന്ന ചങ്ങായിമാർ ഒറ്റ വിളിയായിരിക്കും. ആ ചങ്ങായി ചിലപ്പോൾ ഹോസ്പിറ്റലിൽ ആരോ അഡ്മിറ്റ് ആക്കിയിട്ട് അതിൻ്റെ രക്തം വാങ്ങിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ലാതെ നെട്ടോടോടുന്ന സമയത്ത് റിയാസ് ഖാൻ വിളിക്കുന്നുണ്ടാവും. എടാ നീ എവിടെയുള്ള കുറച്ച് ഫ്രീ ആണോ, ഒരു ബിസിനസ്സുകാരൻ പറയാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നുണ്ടാവും. ചങ്ങായി ഇത് കേട്ടപാട് ചിലപ്പോൾ റിയാസിൻ്റെ ഫോൺ കട്ടാക്കി പിന്നെ റിയാസിൻ്റെ ഫോൺ പോലും എടുക്കുന്നുണ്ടാവും. അപ്പോൾ റിയാസിന് സംഭവം അറിയില്ല ചങ്ങായി അർജൻറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുക എന്നുള്ളതും, അല്ലെങ്കിൽ ചങ്ങായി ചിലപ്പോൾ അത്രക്കും ടഫ് ബുദ്ധിമുട്ടുള്ള സമയത്തായിരിക്കും പൈസ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. അദ്ദേഹത്തിൻ്റെ വിഷമോ ബുദ്ധിമുട്ടൊന്നും മനസ്സിലാക്കില്ല. നമ്മൾ ഓൾറെഡി ആ വ്യക്തിനെ ദേഷ്യമായി വെറുപ്പായി പിന്നെ ചിലപ്പോൾ ആ ചങ്ങായി നമ്മുടെ മൈൻഡിൽ നിന്ന് പോയിട്ടുണ്ടാവും. നമ്മൾ അവരുടെ സിറ്റുവേഷൻ പോലും മനസ്സിലാക്കാതുണ്ടാവും. നമ്മളെപ്പോഴും ഈ ഒരു ബിസിനസ് അവസരത്തിന് ഒരാളെ വിളിക്കുന്ന സമയത്ത് വിളിച്ച ഉടനെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാൻ നിൽക്കരുത്. ആദ്യം നമ്മളെ റിലേഷൻ അങ്ങ് ബിൽഡ് ചെയ്യണം, സംസാരിക്കണം. നമ്മുടെ മറ്റുള്ള കാര്യങ്ങൾക്ക് ഷെയർ ചെയ്ത് സംസാരിച്ച് ആ വ്യക്തി ഓക്കെയാണ്, ഇത് കേൾക്കാനുള്ള മൈൻഡ് സെറ്റ് ആണെങ്കിൽ അദ്ദേഹത്തിന് ചോദിക്കണം എന്താണ് വിശേഷം, എങ്ങനെയുണ്ട്, ജോലിയൊക്കെ കൊള്ളാവോ, നിങ്ങൾക്ക് നല്ല സെറ്റായി തോന്നല്ലേ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ കഥ നിങ്ങളോട് പറയും. എവിടെ ഫുൾ കടമാണ്, ലോണാണ്, ഒന്നും EMI പോലും അടക്കാൻ പറ്റാതെ ഇരിക്കുകയാണ്. ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും ഈ വ്യക്തിക്ക് ബിസിനസ് ആവശ്യമുണ്ട് എന്നുള്ളത്. നമ്മൾ ആദ്യം ആ വ്യക്തിയുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിനോട് പറയാം, നീ എപ്പോൾ ഫ്രീ ആവും, എനിക്ക് നിന്നെ കാണേണ്ട അത്യാവശ്യമുണ്ട്, ഞാൻ അങ്ങോട്ട് വരാം, അല്ലെങ്കിൽ നീ ഒന്നൊരു കാര്യം ചെയ്യും, ഞാനൊരു സൂമിൻ്റെ ലിങ്ക് അയച്ചുതരാം, നീ അതിൽ കയറി നമുക്കൊന്ന് കാണാം, കുറേ കാലമായി നമുക്ക് കണ്ട് സംസാരിക്കാതെ, ഒന്ന് ഇതിലോട്ട് കയറി വാ നമുക്ക് സംസാരിക്കാം. ആ പറയുന്ന സമയത്ത് ആ പുള്ളിക്ക് ഒരു കോൺഫിഡൻറ്റ് വരും, അവരെ ഈ ബിസിനസ്സിലേക്ക് ഈ മീറ്റിങ്ങിലേക്ക് കൊണ്ടുവരാം. എൻ്റെ ഫ്രണ്ട്സും ഉണ്ടാവും അതിനകത്ത്, നീ ഒന്ന് കേൾക്കണം, എൻ്റെ ഫ്രണ്ട്സിന് എനിക്ക് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ടാവും, നീ കേട്ട് നോക്ക്, നല്ലതാണെങ്കിൽ ചെയ്യാം. ഈ ഒരു മെസ്സേജ് നമുക്ക് കൊടുത്താൽ പോരെ. ഇങ്ങനെ നിങ്ങൾ അപ്രോച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട് ആരെങ്കിലും? പല ആൾക്കാരും ചെയ്യുന്നുണ്ട്, ഒരു ഗ്രൂപ്പിൽ പോകും, അതിലൊരു 10-45 ആളെ നമ്പർ അങ്ങ് എഴുതി വെക്കും, എന്നിട്ട് അവർക്കൊരു ഹായ് കൊടുക്കും, ഈ ഉള്ള ലിങ്ക് അങ്ങ് ഷെയർ 2 ദിവസം കഴിയുമ്പോൾ എല്ലാവരും കൂടെ ബ്ലോക്ക് ചെയ്യും, വാട്സപ്പും ബ്ലോക്ക്, ഒരു 24 മണിക്കൂർ ബ്ലോക്കായി, പിന്നെ വീണ്ടും ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ ചെയ്യുന്നതൊക്കെ നല്ലത് തന്നെ, നമുക്കത് റിസൾട്ട് വരുന്നില്ല എന്നുള്ള മെത്തേഡും കൂടെ ഒന്ന് മാറ്റി നോക്കണം. പല ആൾക്കാരും എനിക്ക് തന്നെ പേടിയാണ്, ഞാൻ എൻ്റെ വേറെ നമ്പറിൽ വെച്ചാൽ ഇതുപോലെ മെസ്സേജ് കൊടുക്കുക, പക്ഷേ റിസൾട്ട് ഇല്ലാന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മൾ മെത്തേഡൊക്കെ മാറ്റുന്നുണ്ടാവും. പഴയ ഫ്രണ്ട്സിനെ വിളിക്കും. ഞാൻ ഇപ്പോഴും എൻ്റെ ഫ്രണ്ട്സിന് ഒരാൾ വിളിച്ചു തുടങ്ങി. ആദ്യം റിജക്ഷൻ ചെയ്താലും വിളിക്കില്ല, പിന്നെയും നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. ചിലപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും, 7ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഗ്രൂപ്പ് ഉണ്ടാവും. അവരൊക്കെ നമ്മളിത് കണ്ട് റിലേഷനായി ബിൽഡ് ചെയ്ത് അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കും. ഇന്ന് നമ്മൾ ഒന്നിച്ച് പഠിച്ച ഫ്രണ്ട്സൊക്കെ പല ആൾക്കാരും കാണാൻ നല്ല ഭംഗിയുള്ള ഡ്രസ്സ് ഇടുന്നുണ്ടാവും, വണ്ടി ഉണ്ടാവും, ബൈക്ക് ഉണ്ടാവും, എല്ലാ കാര്യവും ഉണ്ടാവും. പക്ഷേ അവരുടെ ഉള്ളിലെ വിഷമം, ഉള്ളിലെ തീ ഇറങ്ങണമെങ്കിൽ നമ്മൾ ആദ്യം സിറ്റുവേഷൻ അനുസരിച്ച് ചോദിക്കണം. തിരിച്ച് അങ്ങോട്ടാണ് ചോദിക്കണ്ടേ, പുള്ളിക്കാരൻ്റെ സിറ്റുവേഷൻ നീയൊക്കെ സൂപ്പർ സെറ്റപ്പായല്ലേ, അടിപൊളിയല്ലേ, നമ്മളൊക്കെ കുറച്ച് കഷ്ടപ്പെടുന്നതൊക്കെ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കഥ കംപ്ലീറ്റ് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഈ ഒരു ലെവലിൽ എനിക്ക് ഒരുപാട് ആൾക്കാരെ ഇതിലേക്ക് കണക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്.
മൈൻഡ് ഫ്രീ സിറ്റുവേഷൻ, അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി ചെയ്യുക. ഈ ഒരു ബിസിനസ്സിൻ്റെ സാധ്യത ഇതിൽ വന്നാൽ അവർക്ക് കിട്ടുന്നത് നമ്മൾ പല ആൾക്കാരും പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റി മാത്രമേ പറയുള്ളൂ, അതിനപ്പുറമൊന്നും പറയില്ല. ഇതിൽ നിന്ന് കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും, ഒരു ജോലിയിൽ നേടിയെടുക്കാൻ പറ്റുന്നതിനേക്കാളും അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ബിസിനസ്സിനേക്കാളും ഇതിൻ്റെ അകത്തുള്ള ആ സാധ്യത അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങളെല്ലാം ശ്രമിക്കണം. ഒന്ന് ഇതിൽ നമ്മൾ പറയുന്ന രീതി, 2 ഫാക്ടേഴ്സ് നോക്കണം. ഒന്ന് ബോഡി ലാംഗ്വേജും ഒന്ന് നമ്മൾ പറയുന്ന സ്ക്രിപ്റ്റും. നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രീതി, സ്ക്രിപ്റ്റും കൂടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ സ്ക്രിപ്റ്റും കൂടെ വളരെ കറക്റ്റായി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കണം. കാരണം എന്തെങ്കിലും പറഞ്ഞാൽ ഞാനൊരു ചെറിയ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അവിടെ പോയി, അപ്പോൾ തന്നെ ആൾക്കാർ നമ്മൾ എഴുതും ഇവനെന്തോ ഒരു പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, ഇനി ഇവൻ്റെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ പണി കിട്ടുന്നില്ല ചിന്ത വരുന്നുണ്ടോ. കാരണം നാട്ടിൽ ഒരുപാട് ഉടായ്പ പരിപാടികളും ആൾക്കാരുടെ പൈസ വാങ്ങിക്കുന്ന പരിപാടികളും ചാക്കിൽ സാധനം വാങ്ങിക്കുന്ന പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. ആൾക്കാരെ കാണുമ്പോൾ തന്നെ പേടിയായിരിക്കും, ഉടായ്പ പരിപാടിയെന്ന് വെച്ചാൽ ആൾക്കാർ വിട്ടുപോകുന്നുണ്ടോ. അപ്പോൾ നമ്മൾ അവതരിപ്പിക്കുന്ന രീതി, ആ ലാംഗ്വേജൊക്കെ സ്റ്റാൻഡേർഡായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. നമ്മളുടെ കോൺഫിഡൻറ്റും എക്സൈറ്റ്മെൻറ്റും അത് വരണമെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ മീറ്റിംഗ് അറ്റൻഡ് ചെയ്താൽ മാത്രമേ അത് വരുള്ളൂ. നിങ്ങൾക്കൊരു കോൺഫിഡൻറ്റ് വരണമെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക, സ്ഥിരമായിട്ട് നിങ്ങൾ അപ്ലൈനുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. അപ്ലൈ എന്ന് പറഞ്ഞാൽ ഐഡിയ എടുത്ത് ജോയിൻ ചെയ്യിപ്പിച്ച് പിന്നെ വിളിക്കാതെ അപ്ലൈ അല്ല കേട്ടോ. നിങ്ങളുടെ കൂടെ സ്ഥിരമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന, നിങ്ങളോടൊപ്പം സ്ഥിരമായിട്ട് ഈ ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കുന്ന, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങൾ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അപ്ലൈനായിട്ട് എല്ലാ ദിവസവും സംസാരിക്കുക. അല്ല നിങ്ങളെ കൊണ്ട് ഒരു 100 PBയുടെ സാധനം വാങ്ങിച്ച്, 3000 രൂപ സാധനം വാങ്ങിച്ച്, 1000 രൂപ സാധനം വാങ്ങിപ്പിച്ച് അതിൻ്റെ അകത്ത് നിന്ന് വരുമാനം ഉണ്ടാക്കാൻ നടക്കുന്ന അപ്ലൈൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളെ ഇതിലൂടെ വിജയിപ്പിക്കാനും നിങ്ങൾക്ക് നല്ലൊരു വരുമാനം വാങ്ങിച്ചു തരാനും നിങ്ങളോടൊപ്പം നിന്ന് വർക്ക് ചെയ്യുന്ന അപ്ലൈനുമായിട്ട് എല്ലാ ദിവസവും കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരു കോൺഫിഡൻറ്റ് വരുന്നുണ്ടാവും. സ്ഥിരമായിട്ട് പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനം ഈ കമ്പനിയിൽ ഉപയോഗിക്കുന്ന വ്യക്തിക്കും മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുന്ന വ്യക്തിക്കും എക്സൈറ്റ്മെൻറ്റും ഉണ്ടാവും, കോൺഫിഡൻസ് ഉണ്ടാവും. ഇത് രണ്ടും നിങ്ങൾ കാണിക്കാൻ തയ്യാറാണ്. ഇതൊന്നും അറ്റൻഡ് ചെയ്യാതെ വല്ലപ്പോഴും ഒരു മീറ്റിങ്ങിൽ കയറി വരുമ്പോൾ ആ മീറ്റിങ്ങിൽ ചിലപ്പോൾ ആരുടെങ്കിലും ഒരു വാക്കിൽ ഒരു മോട്ടിവേഷൻ കാണുമ്പോൾ ഇത് കുഴപ്പമല്ലേ, അവർക്കെല്ലാം ഭീമക്കെല്ലാം വരുമാനം കിട്ടുന്നുണ്ടല്ലേ, സുഷിതയ്ക്ക് വരുമാനം കിട്ടുന്നില്ലേ, സജിനി മാഡത്തിന് വരുമാനം കിട്ടുന്നില്ല, അപ്പോൾ നമുക്കും കിട്ടുമായിരിക്കും, ഇന്ന് ആരോടും ഒന്ന് പറഞ്ഞു നോക്കാം. ഇയാൾ കുറേ ദിവസമായി ഷാജി സാർ മെസ്സേജ് അയക്കുന്നു, ആരോടും ഇന്ന് പറഞ്ഞേക്കാം. വഴിയിൽ വെച്ച് കാണുന്ന സമയത്ത് ഒരാളോട് പറയും, അവിടെ വീണ്ടും ഒരു നെഗറ്റീവായി, പിന്നെ തീർന്നു, ഇനി ഒരു മാസത്തേക്കൊന്നുമില്ല. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺഫിഡൻറ്റും എക്സൈറ്റ്മെൻറ്റും വരില്ല. പക്ഷേ നിങ്ങളിത് ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നിങ്ങൾ എൻ്റെ സംസാരം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ പ്ലാൻ പ്രസൻറ്റേഷൻ ചെയ്യുന്ന ഉച്ചയ്ക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അതെന്തുകൊണ്ടാണ്? ഇത് സ്ഥിരമായിട്ട് പറയുന്നുണ്ട്, സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്, വരുമാനം വാങ്ങിക്കുന്നുണ്ട്, പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ട്. ആ എക്സൈറ്റ്മെൻറ്റാണ്. മറ്റുള്ള ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്യാറുണ്ട്, എല്ലാ ഫംഗ്ഷനും അറ്റൻഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എക്സൈറ്റ്മെൻറ്റും കോൺഫിഡൻറ്റും വരുന്നത്. ഇത് ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രമേ അതുണ്ടാവുള്ളൂ. അത് ചെയ്യുന്ന വ്യക്തികൾ മാത്രമേ നമ്മളൊരു വ്യക്തിയോട് പറയുന്ന സമയത്ത് നമുക്കും ആ കോൺഫിഡൻറ്റ് കാണിക്കാൻ പറ്റുള്ളൂ. നമ്മളുടെ ഫേസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് വളരെ സീരിയസ് ആണെന്ന് അവർക്കും തോന്നുള്ളൂ. അല്ല എനർജിയും ഇല്ലാതെ ഒരു എക്സൈറ്റ്മെൻറ്റും ഇല്ലാതെ അവർ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടുന്നുള്ള ഫീലിങ്സ് അവർ കൊടുത്തു കഴിഞ്ഞാൽ അവർ മനസ്സിലാക്കും, ഞാൻ ഇവൻ്റെ കൂടെ ജോയിൻ ചെയ്യണം, എന്നെ പെടുത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്, എന്നിട്ട് വേണം ഇവൻ രക്ഷപ്പെടാൻ വേണ്ടി എന്നുള്ള ചിന്ത അവരുടെ മൈൻഡിലേക്ക് പോകുന്നുണ്ടാവും. അവരോട് നിങ്ങൾ കൊടുക്കുന്ന കോൺഫിഡൻറ്റും എക്സൈറ്റ്മെൻറ്റും ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നുള്ള ആ കോൺഫിഡൻറ്റാണ് കൊടുക്കേണ്ടത്. അവർക്ക് രക്ഷപ്പെടാനും അവർക്കൊരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അവരെ ഇൻവൈറ്റ് ചെയ്യുന്നത്. അത് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സത്യസന്ധമായി നിങ്ങൾക്ക് മനസ്സിലാക്കിയാലേ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം പല ആൾക്കാരും ചിന്തിക്കുന്നത് ഇത് താഴെയുള്ള ആൾക്കാർ സാധനം വാങ്ങിക്കുമ്പോൾ മേലെ പൈസ പോകുന്ന ബിസിനസ്സാണെന്ന് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ആ ബിസിനസ് അല്ല ഇതിൽ പണിയെടുക്കുന്ന ആൾക്ക് മാത്രം പൈസ കൊടുക്കുന്ന ബിസിനസ്സാണ്. എന്നെപ്പോലെ തന്നെ എന്നേക്കാളും വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാരൊക്കെ നമ്മളോടൊപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അപ്ലൈനേക്കാളും വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാരൊക്കെ ഇതിനകത്ത് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ചിന്തിക്കേണ്ട കാര്യം, പണിയെടുക്കുന്നവർക്ക് ഇതിനകത്ത് പൈസ ഉണ്ട്. ഓക്കെ, നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു വ്യക്തിയെ ഈ മീറ്റിങ്ങിലേക്ക് നമ്മളെല്ലാവരും സൂം മീറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരാണ്. ഫിസിക്കൽ മീറ്റ് വളരെ കുറവാണ്. വിനോദ് സാറും കുറച്ച് ആൾക്കാർ മാത്രമേ ഫിസിക്കലായിട്ട് ആക്ടിവിറ്റി ചെയ്യുന്നുള്ളൂ. രാജേഷ് സാറൊക്കെ ഫിസിക്കൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ ഇൻവിറ്റേഷൻ കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും ഒരു റിക്വസ്റ്റായി തോന്നരുത് കേട്ടോ. എനിക്ക് നിങ്ങൾക്ക് നാളെ കാണണം എന്നുള്ള റിക്വസ്റ്റായിട്ട് കൊടുക്കാതെ ഒരു ഡിമാൻഡായിട്ട് അത്യാവശ്യമായിട്ട് കാണുന്ന സമയത്ത് അവർക്ക് പ്രയോജനമുള്ള രീതിയിൽ ഒരു ഡിമാൻഡ് പോലെ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അവർ നിങ്ങളോട് നിൽക്കില്ല. പക്ഷേ നമ്മൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ഒരു കാര്യം, നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുന്നേ, ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതൊരു ഐഡിയ തോന്നുവാണ്, എന്തെങ്കിലും ഇതുപോലെ ചെയ്താൽ ചിലപ്പോൾ വിജയിക്കും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഒരു ഐഡിയ കിട്ടുവാണെങ്കിൽ അത് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ ആക്റ്റീവായ അപ്ലൈനോട് ചോദിക്കുക, ഇങ്ങനൊരു കാര്യം ഞാൻ ചെയ്യുന്നുണ്ട്. അവരോട് ചോദിച്ചിട്ട് അവരതിൽ എന്തെങ്കിലും തെറ്റാണെങ്കിൽ അവർ പറയും ഇതിങ്ങനെ ചെയ്യേണ്ട, അത് റിസൾട്ട് കിട്ടില്ല എന്ന് പറയാറുണ്ടോ?
അതുമാത്രമല്ല അടുത്തത് വിത്തൗട്ട് അപ്പോയിൻമെൻറ്റ് ഡു നോട്ട് ഷെയർ ദ ഓപ്പർച്യൂണിറ്റി. ഒരാളുടെ അപ്പോയിൻമെൻറ്റ് എടുക്കാതെ ഒരിക്കലും വഴിയിൽ വെച്ചോ അല്ലെങ്കിൽ ഫോണിലൂടെയോ ഈ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാതിരിക്കുക. ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും, ഒരു വോയിസ് മെസ്സേജ് അയച്ചേക്കൂ, എനിക്ക് ഫ്രീ ഉള്ള സമയത്ത് ഞാനത് കേട്ട് റിപ്ലൈ തരാമെന്ന് പറയും. ചിലപ്പോൾ ആ ചങ്ങായി മെസ്സേജ് നിങ്ങൾ ചിലപ്പോൾ ആരുടെ എൻ്റെയോ അല്ലെങ്കിൽ കാരണം ഒരു വോയിസ് മെസ്സേജ് അയച്ചു കൊടുക്കും. ആ ചങ്ങായി ചിലപ്പോൾ ബസ്സിൽ പോകുന്ന സമയത്ത് ചിലപ്പോൾ കേൾക്കും, ആദ്യത്തെ 2-3 സെക്കൻഡ് വോയിസ് മെസ്സേജ് കേൾക്കുമ്പോൾ ഇതെന്തോ സംഭവമാണ്. അപ്പോൾ തന്നെ പകുതിയോടെ നിർത്തിയിട്ടുണ്ടാവും. പിന്നെ ആ മെസ്സേജ് ഫുള്ള് കേൾക്കില്ല, നിങ്ങൾക്ക് റിപ്ലൈയും കിട്ടില്ല, നിങ്ങൾക്ക് ആ വ്യക്തിയെ നഷ്ടപ്പെട്ടു പോയേക്കാം. അതുകൊണ്ടാണ് പറഞ്ഞത്, അവരുടെ സമയം കാര്യം ചോദിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തതിന് ശേഷം മാത്രമേ ഈ ഓപ്പർച്യൂണിറ്റി നമ്മൾ ഷെയർ ചെയ്യാൻ പാടുള്ളൂ. നമ്മളിപ്പോൾ അഥവാ ഇനി ഈ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്തു, നമ്മളെ സൂം മീറ്റിങ്ങിലേക്ക് വന്നു അല്ലെങ്കിൽ ഫിസിക്കൽ മീറ്റിലേക്ക് വന്നതിന് ശേഷം അവരുടെ ഉടനെ തന്നെ അടുത്ത ഒരു മീറ്റിങ്ങിലേക്കുള്ള ടൈം ഫിക്സ് ചെയ്യുക. ഇപ്പം നമ്മൾ എല്ലാവർക്കും പറയാം 2 മണിൻ്റെ പ്ലാൻ അല്ല 5 മണിൻ്റെ പ്ലാൻ കഴിഞ്ഞാൽ നമ്മൾ ശനിയാഴ്ച ദിവസം ഉച്ചക്കും ഞായറാഴ്ച ദിവസം 8 മണിക്ക് രാത്രി ഇതിൻ്റെ നെക്സ്റ്റ് മീറ്റിംഗ് വെക്കാറുണ്ട്, സെക്കൻഡ് മീറ്റിംഗ് വെക്കാറുണ്ട്. അതിൻ്റെ ടൈം അല്ലെങ്കിൽ അവരോട് പറയുക, അടുത്ത സെഷൻ നിങ്ങൾ ഇന്ന ദിവസം അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് ഞായറാഴ്ച രാത്രി 8 മണിക്ക്. ഈ 2 ടൈമിൽ നിങ്ങൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് സെക്കൻഡ് മീറ്റിങ്ങിലൂടെ കുറച്ച് ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ടോ അത് നിങ്ങൾ ഫിക്സ് ചെയ്യണം. അവർ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ നോട്ട് ചെയ്യണം. നോട്ട് ചെയ്തിട്ട് അവർ അത് ആ 1 മണിൻ്റെ മീറ്റിംഗിൽ ഇല്ലെങ്കിൽ രാത്രിക്കത്തെ മീറ്റിങ്ങിൽ പങ്കെടുത്തു നോക്കണം. പങ്കെടുത്തിട്ടില്ലെങ്കിൽ അവരെ ഒന്നും കൂടെ അവർ ഇരുത്താൻ ശ്രമിക്കണം. അടുത്ത ആഴ്ചത്തേക്ക് കാത്തിരിക്കരുത്. അടുത്ത ആഴ്ചത്തേക്ക് കാത്തിരുന്ന് കഴിഞ്ഞാൽ അവർ ഈ ബിസിനസ് കളഞ്ഞു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഉടനെ തന്നെ ആ 2 മീറ്റിംഗ് അവർക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഒന്ന് അറേഞ്ച് ചെയ്യുക, വേറൊരു മീറ്റിംഗ് കൂടെ അറേഞ്ച് ചെയ്യാൻ പറ്റി ശ്രമിക്കുക. അപ്ലൈനോട് ചോദിച്ചിട്ട് ഒന്ന് ഇരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളോടൊപ്പം ആ വ്യക്തി ബിസിനസ്സിലുണ്ടാവും. നമ്മൾ ഷോ ദ പ്ലാൻ കാണിക്കുന്നത് നമ്മൾ സൂം മീറ്റിംഗ് വഴി കാണിക്കാറുണ്ടല്ലോ. നമ്മളെല്ലാവരും സൂം മീറ്റിംഗ് വഴിയാണ്. ഹോം മീറ്റിംഗ് ഉണ്ടാവാറുണ്ട്, ഹാൾ മീറ്റിംഗ് ഉണ്ടാവാറുണ്ട്, 1-to-1 മീറ്റിംഗ് ഉണ്ടാവുന്നത്. നമ്മൾ ചെയ്യുന്നത് ഓൺലൈൻ മീറ്റിംഗ് ആണ്. ലാസ്റ്റ് വീക്ക് കാണുന്ന ഓൺലൈൻ മീറ്റിംഗ് വഴിയാണ് നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നാട്ടിലുള്ള ആൾക്കാർ എല്ലാവരും ഒന്നുകിൽ 1-to-1 മീറ്റിംഗ് ഇൻഡിവിജ്വലായിട്ട് ഒരാൾ വ്യക്തിയെ പോയി കണ്ട് ഈ ഓപ്പർച്യൂണിറ്റി നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. ഇവിടെ നമ്മുടെ ടീമിൽ ആകെ വിനോദ് സാർ മാത്രമേ ചെയ്യാറുള്ളൂ, വിനോദ് സാറിൻ്റെ ടീം മാത്രമേ ചെയ്യാറുള്ളൂ. 1-to-1 മീറ്റിംഗ് ആയാലും അല്ലെങ്കിൽ ഹോം മീറ്റിംഗ് ആയാലും ഹാൾ മീറ്റിംഗ് ആയാലും അവർ മാത്രമേ ചെയ്യാറുള്ളൂ. നമ്മളെല്ലാം ഓൺലൈനാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഹോം മീറ്റിംഗ് വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിനടുത്തൊരു നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സ് വന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ഹാൾ മീറ്റിംഗിലേക്ക് നിങ്ങളുടെ ഏരിയയിൽ ഹാൾ മീറ്റിംഗ് നടക്കാറുണ്ട്, എല്ലാ ആഴ്ചകളും നടക്കാറുണ്ട്. അവിടത്തേക്ക് നിങ്ങൾക്ക് ആൾക്കാർ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇനി 1-to-1 മീറ്റിംഗ് ഒരു വ്യക്തിയെ മാത്രം ഇൻഡിവിജ്വലായി കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള സപ്പോർട്ടും നാട്ടിലുള്ള ലീഡേഴ്സ് നമുക്ക് തരുന്നുണ്ടാവും. ബുഷ്ര കൈയൊന്ന് മാറ്റിക്കോട്ടോ, ഇല്ലെങ്കിൽ ഞാൻ വായിക്കുന്നതല്ല, നിങ്ങൾ വായിച്ചു കളയണം. ഒന്ന് കൈയൊന്ന് മാറ്റിക്കോ ബുഷ്ര കേട്ടോ. അതുപോലെ ഓൺലൈൻ മീറ്റിംഗ് സൂം മീറ്റിങ്ങിലേക്ക് നമ്മളെല്ലാവരും എത്തിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ, ഇപ്പോൾ ഞാൻ 3 വർഷമായി, ആദ്യമൊക്കെ എൻ്റെ സൂം മീറ്റിങ്ങിലേക്ക് വരുന്ന 1-2 ആൾക്കാരാണ് പുതിയ ആൾക്കാർ വരാറുള്ളത്. ഇന്നിപ്പം 2 മണി എന്ന പ്ലാൻ ഉണ്ടെങ്കിൽ അതിലിപ്പം 45-50 ആൾക്കാർ എത്താൻ തുടങ്ങി. 5 മണിൻ്റെ പ്ലാനിൽ ഏകദേശം 30-35 ആൾക്കാരായി. 9 മണിക്ക് പ്ലാനുകൾ ഏകദേശം 45-50 ആൾക്കാരുണ്ട്. അത് എല്ലാ ദിവസവും 3 നേരം പ്ലാൻ നടക്കുകയാണ്. വൈകുന്നേരം ബുഷ്ര ഷെരീഫ് കൈയൊന്ന് മാറ്റണേ, ആ ഫോണിൽ ഇത് വരുന്നുണ്ട്. അപ്പോൾ ഈ 2 മണിൻ്റെ പ്ലാനിലും 5 മണിൻ്റെ പ്ലാനിലേക്കും ആൾക്കാർ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ കൊണ്ടുവരുന്ന ആൾക്കാരല്ല കേട്ടോ. ഞാൻ കൊണ്ടുവരുന്ന ആൾക്കാർ ചിലപ്പോൾ ഒരു മാസത്തിൽ 1-2 മാത്രമേ ഉണ്ടാവും. പക്ഷേ ഈ ഒരു ഓർഗനൈസേഷനിൽ പല ലീഡേഴ്സും അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എല്ലാ ദിവസവും ആ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാണ് സംസാരിക്കുന്നത്. ഞാനോ അല്ലെങ്കിൽ 1-2 ലീഡേഴ്സ് ആയിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. നിങ്ങൾക്ക് അവിടെ ആൾക്കാരെ എത്തിക്കാൻ ഇൻവിറ്റേഷൻ കൊടുത്തുകൊണ്ട് അവരെ എത്തിക്കാൻ, ഷോ ദ പ്ലാനിലേക്ക് എത്തിക്കാൻ മാത്രം ശ്രമിച്ചാൽ മതി. അവരവിടെ എത്തുന്നുണ്ടാവും. ഈ ഓൺലൈൻ മീറ്റിംഗ് വഴി അവർക്ക് ബിസിനസ് പ്ലാൻ മനസ്സിലാവുന്നുണ്ടാവും. ചിലപ്പോൾ അതിന് അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഹാൾ മീറ്റിങ്ങിലേക്ക്, വലിയ മെഗാ സിഇഒയിലേക്ക് അവരെ ഒന്ന് എത്തിക്കാൻ സാധിക്കുവാണെങ്കിൽ അവിടെ വലിയ ലീഡേഴ്സിൻ്റെ സെഷൻ ഉണ്ടാവും, ട്രെയിനിങ്സുകൾ ഉണ്ടാവും. ആ ട്രെയിനിങ്സിലേക്ക് അവരെ എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബിസിനസ്സിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുന്നുണ്ടാവും. ഇത് ചെറിയൊരു ബിസിനസ് അല്ല, ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഞാൻ ഇന്ന് ഈ ഒരു മീറ്റിങ്ങിന് മുന്നേ 1 മണിക്കൂർ എൻ്റെ ടോപ്പ് അപ്ലൈൻ്റെ കൂടെ ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ന് 10-ാം തീയതിയാണ്. 10-ാം തീയതി നമുക്ക് വരുമാനം വന്നതായിരുന്നു. ഞാൻ വിചാരിച്ചതിനെക്കാളും കുറച്ച് വരുമാനം കുറഞ്ഞപ്പോൾ എനിക്ക് ഡൗട്ട് വന്നു, സാറേ ഞാൻ ചെയ്തതിൽ തെറ്റുണ്ടോ, ഇനി അങ്ങനെ ചെയ്താലാണോ ഇങ്ങനെ ചെയ്താലാണോ വരുമാനം കൂടുക, കാരണം ഇതെനിക്ക് താഴെ എൻ്റെ ടീമിന് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അങ്ങനെ അദ്ദേഹത്തിന് കൂടി ഇരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം കിട്ടിയ വരുമാനത്തെക്കാളും ഒരു 15,000 രൂപ കൂടുതൽ വാങ്ങിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത മാസം അതിനു വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടാവും. അതാണ് നമ്മൾ എപ്പോഴും ഒരു മാസം കഴിയുമ്പോൾ ഒന്ന് ടോപ്പ് അപ്ലൈൻ്റെ കൂടെ ഇരുന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ചെയ്ത ബിസിനസ്, കഴിഞ്ഞ മാസം ചെയ്ത ബിസിനസ്സും ഇനി അടുത്ത മാസം ചെയ്യാൻ പോകുന്ന ബിസിനസ് കുറിച്ച് അറിയാൻ നമുക്ക് സാധിക്കുന്നു. അപ്പോൾ ഈ ഹാൾ മീറ്റിങ്ങിലൊക്കെ എന്താ പ്രത്യേകത വെച്ചാൽ ടോപ്പ് ലീഡേഴ്സും വലിയ എക്സ്പീരിയൻസ് ലീഡേഴ്സ് വരുന്നുണ്ടാവും. അവിടെ ട്രെയിനിങ്സ് ഉണ്ടാവും, VIP, VLC, അതുപോലെ NDO,
ഇങ്ങനെ പല പല ട്രെയിനിങ്സ് അവിടെ ഉണ്ടാവും. ഗോ ക്രൗൺ എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ടാവും. ഇവിടെയൊക്കെ നിങ്ങൾക്ക് വരുമാനം ലക്ഷങ്ങൾ, 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം വരുമാനം ഉണ്ടാക്കുന്ന സെറ്റിങ്സ് പറഞ്ഞു തന്നിട്ടുണ്ടാവും. അത് എഴുതി വെച്ച് അതേപോലെ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വരുമാനം ഈസിയായി കൂട്ടാൻ സാധിക്കണം. അതുകൊണ്ടാണ് ഫിസിക്കൽ മീറ്റിങ്ങിനും കൂടെ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. നമ്മുടെ ആൾക്കാർ എല്ലാവരും ഓൺലൈനിൽ മാത്രമേ ചെയ്യുള്ളൂ. പല ആൾക്കാരുടെ ഫിസിക്കൽ മീറ്റ് പറഞ്ഞാൽ 250 രൂപ വണ്ടി കൂടി കൊടുക്കണം, അല്ലെങ്കിൽ അവിടെ ഹോട്ടലിൻ്റെ പൈസ 100 രൂപ ചിലവാകും. ആ 100 രൂപ കളയാൻ മടിച്ചിട്ട് പോകാൻ മടിക്കുന്ന ആൾക്കാരുണ്ടാവും. ആ സമയത്ത് നമുക്ക് വേറെ കല്യാണത്തിനോ അല്ല വേറെ സ്ഥലത്ത് പോകാൻ ചിന്തിക്കുന്ന സമയം കളയാൻ മടിക്കുന്ന ആൾക്കാരുണ്ടാവും. നമ്മൾക്ക് വിജയിക്കണം അല്ലെങ്കിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഫംഗ്ഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർ. നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് ഒരു ആൾക്കാർ കൊണ്ടുവരുന്ന സമയത്ത് പ്രോസ്പെക്ട്സിൻ്റെ ബെനിഫിറ്റ് ഒന്ന് പറഞ്ഞു. ഇതിൽ ഒന്ന് അവരുടെ ഡ്രീം ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. ആ വ്യക്തിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിജയിക്കണം എന്ന് ആഗ്രഹമുണ്ടോ, അല്ലെങ്കിൽ ജീവിതത്തിൽ പരാജയമാണോ, അവരുടെ ഡ്രീം ഐഡൻറ്റിഫൈ ചെയ്യുക. അത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇതിൽ വന്നാലുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ സാധ്യതകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ റിച്ച് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഡയറക്റ്റ് സെല്ലിംഗ് തന്നെയാണ്. മലേഷ്യ, ജപ്പാൻ പോലുള്ള രാജ്യങ്ങളൊക്കെ, ചൈനയൊക്കെ ഡയറക്റ്റ് സെല്ലിങ്ങിലാണ് ഏറ്റവും കൂടുതൽ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ. ഇന്ത്യയിൽ 140 കോടി ജനങ്ങളുണ്ട്. ഇപ്പോഴും കുറച്ച് ആൾക്കാർ മാത്രമേ ഡയറക്റ്റ് സെല്ലിംഗ് ചെയ്യുന്നുള്ളൂ. ഇനി അങ്ങോട്ടുള്ള ബിസിനസ് തന്നെ ഡയറക്റ്റ് സെല്ലിംഗ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് വളരാൻ പോകുന്നത്. ഇതിൻ്റെ സാധ്യതകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നല്ല റിസൾട്ട് ആയിരിക്കും. കമ്പനി ക്രെഡിബിലിറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. വെസ്റ്റീജ് കമ്പനി 20 വർഷമായിട്ടുള്ള കമ്പനിയാണ്. അതിൻ്റെ സാധ്യതകളും എത്രത്തോളം വലിപ്പമുള്ള കമ്പനിയാണ്. 10 പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്ത കമ്പനി 450 പരം പ്രൊഡക്റ്റ് എത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ മാത്രം സ്റ്റാർട്ട് ചെയ്ത കമ്പനി 8 രാജ്യങ്ങളിൽ എത്തിയിട്ടുണ്ട്. ഈ കമ്പനിയെ കുറിച്ച് ഇത്തിരി ഹൈ വിഷണറീസുള്ള ലീഡേഴ്സാണ് അതിൻ്റെ ഫൗണ്ടേഴ്സ്. അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അത് ഉപയോഗിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അത് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ ശ്രമിക്കണം. പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ മാത്രമേ വിജയിക്കാൻ സാധിക്കൂ. നേരത്തെ കുറച്ച് മുന്നേ എനിക്ക് ഒരാൾ മെസ്സേജ് അയച്ചു, ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കാതെ ഉപയോഗിക്കാതെ നാട്ടിലെ ആൾക്കാരെ കൊണ്ട് വാങ്ങിപ്പിച്ചാൽ എനിക്ക് ബിസിനസ് വിജയിക്കാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം അവർ ഉപയോഗിക്കാത്ത പ്രൊഡക്റ്റ് എങ്ങനെ മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് പ്രൊഡക്റ്റ് ഉപയോഗിക്കുക, പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കുക, അതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് മനസ്സിലാക്കിയെടുക്കുക, അതിൻ്റെ ഗുണങ്ങൾ അറിയാൻ വേണ്ടി പ്രൊഡക്റ്റ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക. ഒരു 450 പരം പ്രൊഡക്റ്റുള്ള കമ്പനിയുടെ 450 പരം പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരു ദിവസം ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഇങ്ങനെ പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഓരോ ദിവസവും ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിച്ചാൽ ഒരു വർഷം കൊണ്ട് ഒരു 300 പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടാവും. ഈ ഒരു ബിസിനസ് ഒരു ദിവസത്തേക്കോ ഒരാഴ്ചത്തേക്കോ ഒരു വർഷത്തേക്കോ ബിസിനസ് അല്ല. നിങ്ങളുടെ 3 ജനറേഷനെ സേഫ് ആക്കാൻ പറ്റുന്ന ബിസിനസ്സാണ്. 3 ജനറേഷനെ സേഫ് ആക്കാൻ പറ്റുന്ന ബിസിനസ്സാണ്. അതുകൊണ്ടാണ് പഠിക്കാൻ പറഞ്ഞത്, മനസ്സിലാക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവരോടും ചില ആൾക്കാർ 1-2 പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കും, അത് ആരെ കൊണ്ടും വാങ്ങിപ്പിക്കാൻ ശ്രമിക്കും. നിങ്ങൾ ഉപയോഗിക്കില്ല, മറ്റുള്ളവരെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങൾ ഉപയോഗിക്കാൻ ആദ്യം ശ്രമിക്കുക. നിങ്ങൾ അതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആ എക്സൈറ്റ്മെൻറ്റ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. അതിലൂടെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടോ. അതുപോലെ മാർക്കറ്റിംഗ് പ്ലാൻ, ഇതിൻ്റെ സ്ട്രക്ചർ, സിസ്റ്റം, ട്രെയിനിങ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ആണ്. സ്ട്രക്ചർ ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻസ് ആണ്. നമ്മൾ ഒരാൾ ജോയിൻ ചെയ്തു, അയാൾ വളരെ സീരിയസ് ആകുന്നു, അയാളുടെ പിറകെ പോയി ഒരാളുടെ പിറകെ തന്നെ പോയി കഴിഞ്ഞാൽ നമ്മളുടെ വരുമാനം കുറച്ചങ്ങോട്ട് പോകുന്ന സമയത്ത് കുറയും, കുറച്ചുകൂടി താഴോട്ട് പോകുന്ന സമയത്ത് വളരെ ചുരുക്കത്തിലേക്ക് പോകുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് പഠിക്കണം, സിസ്റ്റം എങ്ങനെയാണ് പഠിക്കണം, അതിന് ഇതിൻ്റെ ട്രെയിനിങ്സ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. മാർക്കറ്റിംഗ് പ്ലാനും സ്ട്രക്ചറും സിസ്റ്റവും പഠിക്കാൻ VLC എന്ന് പറഞ്ഞ ട്രെയിനിങ് ഉണ്ട്. അതിനകത്ത് ഇതിൻ്റെ ഇൻകം നമുക്ക് എങ്ങനെ കൂട്ടിയെടുക്കാൻ നല്ല ട്രെയിനിങ് വരാറുണ്ട്. അത് വരുന്ന സമയത്ത് ഞങ്ങൾ ഗ്രൂപ്പിൽ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. ആ സമയത്ത് ആരും അറ്റൻഡ് ചെയ്യില്ല. അതെല്ലാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒരു എക്സ്പീരിയൻസുള്ള ആൾക്കാർ മാത്രമേ പോയിട്ട് കാര്യമുള്ളൂ. കുറച്ചൊക്കെ ഒരു വരുമാനം 5000, 10000 വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാർ അതിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. ഇതിലുള്ള വരുമാനം വാങ്ങിക്കുന്ന ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. നിങ്ങളെപ്പോലെ ആൾക്കാർ അതിലേക്ക് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. അത് അറ്റൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾ ഇന്ന് വാങ്ങിക്കുന്ന 20,000, 30,000, 40,000, 50,000 വരുമാനം അത് 1 ലക്ഷം, 2 ലക്ഷം രൂപയാക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ആ വാങ്ങിക്കുന്ന വരുമാനം ഒന്നിക്ക് അതുപോലെ ആയിരിക്കും, അല്ലെങ്കിൽ അതിനകത്ത് കുറച്ച് കുറയാൻ സാധിക്കും. ഫോളോ അപ്പ് ആൻഡ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്. നമ്മൾ ഒരു വ്യക്തിയെ ജോയിൻ ചെയ്ത് പ്ലാൻ എടുത്ത് ജോയിൻ ചെയ്ത വ്യക്തിയെ ഫോളോ അപ്പ് ചെയ്യണം. അത് കണ്ടിന്യൂഷൻ ചെയ്തുകൊണ്ടിരിക്കണം. ചിലപ്പോൾ ഐഡിയ എടുത്തു സ്റ്റാർട്ട് ചെയ്തു, ചിലപ്പോൾ ഒരു സോപ്പോ പേസ്റ്റോ വാങ്ങിച്ച് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കിയിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ സമയമില്ലാത്ത വ്യക്തി പിന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവില്ല. എല്ലാ ദിവസവും ആ റിലേഷൻ ബിൽഡ് ചെയ്യണം. കണ്ടിന്യൂ ആയിട്ട് അവർ സംസാരിക്കണം. അവരെ അടുത്ത പ്രസൻഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴും ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഫോളോ അപ്പ് ചെയ്യുന്നത് വെച്ചാൽ ശല്യം ചെയ്യാൻ വേണ്ടിയല്ല കേട്ടോ, സാധനം വാങ്ങിക്കാൻ വേണ്ടി എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കാനല്ല പറഞ്ഞത്. ബിസിനസ്സിലേക്ക് അവരെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാതെ എന്ത് വിളിച്ച് എന്ത് സാധനം വാങ്ങിക്കാതെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയല്ല കേട്ടോ. അവരുടെ ബിസിനസ്സിലേക്കാണ് അവർ ഫോളോ അപ്പ് ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മൾ ഇതിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ച ഐഡിയ എടുപ്പിച്ച വ്യക്തി, അല്ലെങ്കിൽ നമ്മുടെ പ്ലാൻ 2 മണിയുടെ സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത വ്യക്തി
അവർ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഐഡിയ എടുക്കാൻ പറയുന്നത് പ്രതീക്ഷിക്കരുത് കേട്ടോ. ഒരിക്കലും അവർ ഇങ്ങോട്ട് വിളിച്ച് ഐഡിയ എടുക്കാനോ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയാൻ സാധ്യത കുറവാണ്. പക്ഷേ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ അവരെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തിട്ട് അവരെ ഒന്നിക്കൊരു കോൾ ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. അവരെ ഇതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, ഇതിൽ നിൽക്കാൻ താല്പര്യമുണ്ടോ, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടോ എന്നുള്ളത് ഫോളോ അപ്പ് ചെയ്തേ പറ്റൂ. പല ആൾക്കാരും അദ്ദേഹം കേട്ടിട്ടുണ്ടല്ലോ ഇനി എന്നെ വിളിക്കട്ടെ എന്ന് വെച്ച് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരിക്കലും ആ പ്രതീക്ഷ വേണ്ട. നിങ്ങളുടെ ഇപ്പോൾ ഒരു ജോയിൻ ചെയ്ത വ്യക്തിയാണെങ്കിൽ അപ്ലൈൻ്റെ കൂടെ ഒന്ന് അദ്ദേഹത്തെ ഇരുത്താം. ഒറ്റയ്ക്ക് ഇരുത്താൻ ശ്രമിക്കേണ്ട. സമയം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഇരുത്താൻ ചിലപ്പോൾ നമ്മുടെ ടീമിലൊക്കെ ഇപ്പോൾ സമയം വളരെ കുറവ്. പണ്ടൊക്കെ ചെയ്യാറുണ്ട്. പണ്ട് ഒരാളെ ഒറ്റയ്ക്ക് ഇരുത്താൻ നമുക്കൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇപ്പം ഒറ്റയ്ക്ക് ഇരുത്താൻ നമുക്ക് സമയം കിട്ടാറില്ല. കാരണം ഒരു ദിവസം 30-40 പുതിയ വ്യക്തികൾ ജോയിനിങ് ആണ്. പുതിയ വ്യക്തികൾ ബിസിനസ്സിലേക്ക് സീരിയസ് ആയി വരുവാണ്. അതുകൊണ്ട് ഓരോരാൾക്ക് ഇരുത്താൻ സമയം കിട്ടാറില്ല. പക്ഷേ എങ്കിലും നിങ്ങളെ ജോയിൻ ചെയ്ത് നിങ്ങളെ കൂടുതൽ അപ്ലൈനായിട്ട് ഒന്ന് ഇരുത്താൻ സാധിക്കുവാണെങ്കിൽ ആക്റ്റീവായുള്ള അപ്ലൈനായിട്ട് ഒന്ന് ഇരുത്തി സംസാരിക്കാൻ, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കണം. ഞാൻ ഈ പറഞ്ഞ കാര്യം ചിലപ്പോൾ പുതിയ ആൾക്കാർക്ക് ചിലപ്പോൾ ദഹിച്ചെന്ന് വരില്ല. അതിന് വിഷമിക്കൊന്നും വേണ്ട. നിങ്ങൾ നിരന്തരം ഇത് കേൾക്കുന്ന സമയത്ത്, കുറേ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇതിൻ്റെ ഒരു ബേസിക് സ്റ്റെപ്പാണിത്. ഇത് ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രമേ ഇത് വിജയിക്കാൻ ഇതിൽ കുറേ സ്ലൈഡിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനൊരു അരമണിക്കൂർ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാനത് അത്ര പറഞ്ഞത്. ഇതിൻ്റെ 4 ബേസിക്സ് ആണിത്. നമ്മുടെ ഈ ബിസിനസ്സിൽ ഒരു 10 സ്റ്റെപ്പ് ഉണ്ട്. ആ 10 സ്റ്റെപ്പിൽ കുറച്ചൊരു കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഈ 4 ബേസിക്സ് അതുപോലെ 10 കോർ സ്റ്റെപ്പൊക്കെ നമ്മൾ രാവിലത്തെ CEP-യിൽ പറയാറുണ്ട്. അതിലെല്ലാവരും കേൾക്കുന്നുണ്ടാവും. പല ലീഡേഴ്സും പറയാറുണ്ട്. അതൊക്കെ മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ആദ്യമായിട്ട് വന്നിരിക്കുന്ന ആൾക്കാർ, നിങ്ങൾ എത്രത്തോളം സീരിയസ് ആണോ ഈ ബിസിനസ്, നിങ്ങൾ എത്രത്തോളം വരുമാനം ഇതിനകത്ത് ആഗ്രഹിക്കുന്നുണ്ടോ അതിനകത്ത് നേടാൻ സാധിക്കും. ഒരു മോട്ടിവേഷനും അല്ല ഇത്. വെറുതെ ചുമ്മാ ആളുടെ കഥ പറഞ്ഞു തരുന്ന സാധനമല്ല. നമ്മൾ പറയുന്ന എല്ലാ കാര്യം സത്യസന്ധമായ കാര്യമാണ്. അത് നിങ്ങൾ ഇതിൽ വന്നിരിക്കുന്ന അറ്റ്ലീസ്റ്റ് ഒരാഴ്ചയായ വ്യക്തി, അധികമൊന്നും വേണ്ട, വെറും ഒരാഴ്ചയായ വ്യക്തി ഇത് പല ലീഡേഴ്സിനും ഇതിനകത്തുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും പ്രൊഡക്റ്റ് ഉപയോഗിച്ച വ്യക്തി ഇതിനകത്ത് കുറേ ആൾക്കാരുണ്ട്. അവർക്ക് വേണമെങ്കിൽ മെസ്സേജ് ടൈപ്പ് ചെയ്യാം. നിങ്ങൾ എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ ആണ് വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ്, ഒരു ടൈപ്പ് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ മെസ്സേജ് ടൈപ്പ് ചെയ്യും. നിങ്ങൾ ഉപയോഗിച്ച വ്യക്തികൾ വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് എത്രത്തോളം സന്തോഷവാനെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അഭിപ്രായം ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യും. അതുകൊണ്ട് മാത്രമല്ല, നിങ്ങൾ നിരന്തരം നമ്മുടെ ടീമിലെ ലീഡറുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ആൾക്കാരാണ്. എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ ആണ്, എത്രത്തോളം ഹാപ്പിയാണ് ഈ ടീമിനോടൊപ്പം നിങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടി. ഒരാഴ്ച അല്ലെങ്കിൽ മുന്നോട്ടുള്ള ആൾക്കാർ, ഇന്ന് ജോയിൻ ചെയ്ത ആൾക്കാരല്ല. അവർ ചിലപ്പോൾ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. ചില ആൾക്കാർ ഒരു സോപ്പ് മാത്രം വാങ്ങിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ അത് വീട്ടിലെത്തിയിട്ടുണ്ടാവില്ല, കൊറിയർ എത്തിയിട്ടുണ്ടാവില്ല. ഒരു സോപ്പും പേസ്റ്റും വെച്ച് വാങ്ങിക്കാൻ നിൽക്കുന്ന സുഹൃത്തുക്കളെ, 450 പരം പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന കമ്പനിയിൽ ഒരു 50 രൂപയുടെ സോപ്പ് വാങ്ങിച്ചിട്ട് ആ കമ്പനി വിലയിരുത്താൻ നിർത്തി കേട്ടോ. അത്യാവശ്യം വീട്ടിലേക്ക് വാങ്ങിക്കുന്ന എല്ലാ സാധനം വാങ്ങിച്ച് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കുക. മെസ്സേജ് ടൈപ്പ് ചെയ്യാം കേട്ടോ. ഉപയോഗിച്ച ആൾക്കാർക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്യാം. ഇന്ന് വരെ ഉപയോഗിക്കുന്ന ആൾക്കാർ ഞാനത് വാങ്ങിക്കാൻ റെഡിയാണ്, ഞാൻ ഇതിൽ കൂടെ ഉണ്ട്, സീരിയസ് ആയി ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുക. എല്ലാ ലീഡേഴ്സും നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്ത എല്ലാ ആൾക്കാരും ആ മെസ്സേജ് ചെക്ക് ചെയ്യാൻ പറ്റുമോ ചെക്ക് ചെയ്യുക. എല്ലാ ആൾക്കാരും ഇന്ന് ജോയിൻ ചെയ്ത ആൾക്കാർ കുറേ ആൾക്കാർ എനിക്കുണ്ട് ഇതിനകത്ത് തോന്നുന്നു. ഇന്നലത്തെ ആൾക്കാരുണ്ടാവും. എടുക്കുന്ന തീരുമാനം ഒരു സ്ട്രോങ് തീരുമാനമാക്കി എടുക്കുക. വിജയിക്കണം എന്നാഗ്രഹം. ആര് നെഗറ്റീവ് പറഞ്ഞാലും, ആര് എൻ്റെ കൂടെ നിന്നില്ല എങ്കിൽ പോലും, 1 വർഷം വരെ നിങ്ങളോടൊപ്പം ആരും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ ഈ ബിസിനസ് കളയില്ല എന്നൊരൊറ്റ തീരുമാനം എടുക്കുകയാണെങ്കിൽ 100% ഈ പറയുന്ന എല്ലാ വരുമാനം നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ടാവും. ആ 1 വർഷവും നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള എല്ലാ മീറ്റിങ്ങുകളും എല്ലാ ഫംഗ്ഷനും അറ്റൻഡ് ചെയ്യാനും, എല്ലാ ദിവസവും സംസാരിക്കാനും, കമ്മ്യൂണിക്കേഷൻ ചെയ്യാനും, നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഉൽപ്പന്നങ്ങൾ വെസ്റ്റീജിലോട്ട് മാറ്റാൻ തയ്യാറാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് നല്ലൊരു സക്സസ് ഇതിലൂടെ ഉണ്ടാവാൻ സാധിക്കുന്നുണ്ടോ. ഒരു പരാജയം വെസ്റ്റീജ് ബിസിനസ്സിൽ ആർക്കും സംഭവിക്കില്ല. ഒരാൾക്കും ഇതിൽ പരാജയപ്പെടുന്നില്ല. കാരണം നമ്മൾ ആവാത്തതുകൊണ്ട് കിറ്റ് ചെയ്ത് പോക്കാണ്. എന്നെക്കൊണ്ട് ആവില്ല എന്ന് പറഞ്ഞുകൊണ്ട് കിറ്റ് ചെയ്യാണ് സംഭവം. അപ്പോൾ ആ ഒരു ഇത് വേണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും. കാരണം ദുബായിലുള്ള ഞാൻ ഇവിടെ ആകെ തുച്ഛമായ കുറച്ച് പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ. ആ കുറച്ച് പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് 13 രാജ്യത്ത് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. ഈ നാട്ടിലും പോവാതെ ഈ ഒരു സൂം ഓൺലൈൻ മീറ്റിങ്ങിലൂടെ ആരും നേരിട്ട് കാണാതെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയും അതുപോലെ കേരളത്തിൽ പുറത്തുള്ള മറ്റുള്ള സംസ്ഥാനങ്ങളിലും ബിസിനസ് ചെയ്യുന്ന ആളാണ് ഞാൻ. ഇന്ത്യക്ക് പുറത്ത് വിദേശങ്ങളിലും ബിസിനസ് ചെയ്യുന്ന ആളാണ്. ഇവിടെ ഒന്നും പ്രൊഡക്റ്റ് ഇല്ല. സിംഗപ്പൂരൊന്നും പ്രൊഡക്റ്റ് ഇല്ല, മലേഷ്യയിൽ പ്രൊഡക്റ്റ് ഇല്ല. ഈ സ്ഥലത്തൊക്കെ ബിസിനസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇപ്പോൾ ദുബായിൽ ഈ ചെറിയ കുറച്ച് പ്രൊഡക്റ്റ് വെച്ചുകൊണ്ട് ഈ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണോ നമ്മൾ കമ്പനിയിലുള്ളത് അത് ഉപയോഗിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. 450 പരം പ്രൊഡക്റ്റ് കേരളത്തിലുണ്ട്. വണ്ടർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് കേരളത്തിലുണ്ട്. എല്ലാ സ്ഥലത്തും ഔട്ട്ലെറ്റുകളുണ്ട്. ഓൺലൈൻ വഴി വാങ്ങിക്കാൻ അവസരമുണ്ട്. ഇഷ്ടമുള്ള സാധനം വാങ്ങിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരു കമ്പൽസറിയിൽ എത്ര രൂപക്ക് വാങ്ങിക്കണം നിർബന്ധമില്ല. ഞാൻ പല ആൾക്കാരോടും പറഞ്ഞു നിങ്ങൾ ഇഷ്ടമുള്ള സാധനം വാങ്ങിച്ചോളൂ. പക്ഷേ ഇവിടെ ഒരു 1000 രൂപക്ക് സാധനം വാങ്ങിച്ച വ്യക്തികളൊക്കെ ഇന്ന്
300 PV ഏകദേശം 9,000 രൂപക്കുള്ള സാധനം വാങ്ങിച്ചു തുടങ്ങിയ ആൾക്കാർ. ആരോടും ഞങ്ങൾ ഇതുവരെ സാധനം ഇത്ര പൈസക്ക് വാങ്ങിക്കാൻ പറയാറില്ല. അവർക്ക് ആവശ്യം വരാൻ തുടങ്ങി, ഈ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അവർക്ക് മനസ്സിലായി തുടങ്ങി, അതുകൊണ്ടാണ് അവർ വാങ്ങിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യം ഇന്ന് വരെ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ID ആക്ടിവേഷൻ ചെയ്യുക. ഇതിന് ഒരൊറ്റ നിർബന്ധം മാത്രമേ ഉള്ളൂ, 30 ദിവസം വെസ്റ്റീജ് കമ്പനി സമയം കൊടുക്കാറുണ്ട് ID എടുത്ത വ്യക്തികൾക്ക് ID ആക്ടിവേഷൻ ചെയ്യാൻ, ആലോചിക്കാൻ, കമ്പനിയെക്കുറിച്ച് മനസ്സിലാക്കാൻ, മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ 30 ദിവസം സമയമുണ്ടാവും. 30 ദിവസം വരെ നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ID ടെർമിനേഷനായി. ആ മൊബൈൽ നമ്പറും ആ ആധാറിലും പിന്നെ നിങ്ങൾക്ക് ID എടുക്കാൻ ഇപ്പം ബുദ്ധിമുട്ടാണ്. പണ്ട് പ്രശ്നമില്ല, ആ മൊബൈൽ നമ്പറും ID യും ആധാറും വെച്ച് നമുക്ക് ബിസിനസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ കമ്പനി അതുപോലും അലോഡ് കൊടുക്കാറില്ല. കാരണം ഒരു മാസമായിട്ടും ഇത്രയും നല്ലൊരു കമ്പനിയെക്കുറിച്ചും ഇത്രയും നല്ല പ്രൊഡക്റ്റിനെ കുറിച്ചും മനസ്സിലാക്കാനുള്ള സമയം പോലും കണ്ടെത്താത്ത ആൾക്കാർ പിന്നെ ബിസിനസ് ചെയ്യേണ്ടെന്ന് വെച്ച് കമ്പനി ടെർമിനേഷൻ കൊടുക്കാറാണ്. അതുകൊണ്ട് ആരെങ്കിലും ID എടുത്ത ആൾക്കാർ 30 ദിവസം ആയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സാധനം വാങ്ങിച്ചൊന്ന് ID ആക്ടിവേഷൻ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ ബിസിനസ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ മാത്രം, അല്ലെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടില്ല. ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാരാണ്. തൽക്കാലം ഞാൻ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യണം. ബാക്ക് ടു വിനോദ് സാർ. താങ്ക് യു ഷാജി സാർ. വളരെ വണ്ടർഫുൾ ആയിട്ട് നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഏതൊരു വ്യക്തികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം നമുക്ക് ആ 4 ബേസിക്സ് നമുക്ക് ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ പുതുതായിട്ട് വന്നവരെല്ലാവരും ഇന്ന് നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും വിജയിക്കാൻ വേണ്ടി സാധിക്കും. ടൈം അതിക്രമിച്ചു, അതുകൊണ്ട് കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. നല്ലൊരു ഡിസിഷൻ എടുത്തുകൊണ്ട്, നല്ല പ്രൊഡക്ട്സുകൾ യൂസ് ചെയ്തുകൊണ്ട്, അതിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും വിജയിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ്. എല്ലാവരും മുറുകെ പിടിക്കുക. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട്, നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. വിഷ് യു വെൽത്ത്.